أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من മസദ്. സൂറത്തുൽ മസദ്. നമുക്കിനി അതിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. അത് തഫ്സീറുൽ ഖുർത്തുബി നോക്കിയിട്ടാണ് സൂറത്തുൽ മസദ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്. തബ്ബത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തബ്ബത്ത് നശിച്ചു. യദാനി അല്ലെ, യദാ അബീ ലഹബിൻ, അബൂലഹബിൻ്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. വ തബ്ബ, അത് നശിച്ചിരിക്കുന്നു. അപ്പോൾ തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്, അബൂലഹബിൻ്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. വ തബ്ബ, അത് നശിച്ചിരിക്കുന്നു. ആ പറഞ്ഞതുപോലെ നശിച്ചു. അത് പറഞ്ഞത്. ഇനി മാ അഗ്ന അൻഹു, അവനെ തൊട്ട് ഉപകാരപ്പെടുകയില്ല, അവൻ ഉപകരിക്കുകയില്ല, ഉപകാരപ്പെട്ടില്ല. മാലുഹു, അവൻ്റെ സമ്പത്ത്. വമാ കസബ, അവൻ സമ്പാദിച്ചതും അവൻ്റെ മക്കളും. ഇനി സയസ്ലാ നാറൻ, അവൻ നരകത്തിൽ കത്തിയെരിയും, അല്ലെങ്കിൽ കടന്ന് എരിയും, നരകത്തിൽ കടന്ന് എരിയും. ദാത്തലഹബിൻ, ജ്വാലയുള്ള നരകത്തിൽ അവനെന്ത് ചെയ്യും? കിടന്ന് എരിയുന്നതാണ്, കടക്കുന്നതാണ്. വമ്രാത്തുഹു, അവൻ്റെ ഭാര്യയും കടക്കും. ഹമ്മാലത്തൽ ഹത്തബ്, വിറക് ചുമട്ടുകാരിയായ സ്ഥിതിയിലുള്ള അവളുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും നരകത്തിൽ കടക്കും. ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്, അല്ലെങ്കിൽ അവളുടെ പിരടിയിലുണ്ട്. ഹബിലൻ, കയറുണ്ട്. മിം മസദിൻ, പിരിച്ച കയറ്. ഈത്തപ്പന നാരിനാൽ പിരിച്ച കയറും അവളുടെ പിരടിയിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ വ്യാഖ്യാനം ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ സൂറത്തു തബ്ബത്ത് എന്ന സൂറത്ത് വഹിയ മക്കിയത്തമ്പി ഇജ്മാൻ, അത് ഇജ്മാണ്, അത് മക്കിയാണ്. നബി തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതല്ലേ, അത് ആദ്യ സമയത്ത് ഇറങ്ങിയ സൂറത്താണ്. വഹിയ ഹംസു ആയാത്തും, അത് 5 ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ് എന്ന് പറഞ്ഞാൽ ഫീഹി സലാസു മസായില, അതിൽ 3 മസലുണ്ട്. അല്ലൂല, ഒന്നാമത്തത് ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗലാണ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ ഫീ സ്വഹീഹൈനി വ ഗൈരിഹിമ, സ്വഹീഹൈനിയിലും അതല്ലാത്തതിലും ഉണ്ട്. എന്താണ്? വൽ ലഫ്ദുലി മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ ലഫ്ദാണ് പറയാൻ പോകുന്നത്. അതായത് സഹീഹ് മുസ്ലിമിലും സഹീഹുൽ ബുഖാരിയിലും ഉണ്ട്. ഇബ്നു അബ്ബാസിനെ തൊട്ട് ഖാല, അദ്ദേഹം പറഞ്ഞു, ലമ്മാ നസലത്ത് വഅൻദിർ അശീറത്തക്കൽ അഖറബീൻ, നബിയെ അങ്ങയുടെ അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക. ശുറായിലെ 214 ആയത്ത്. അത് അവതരിച്ചപ്പോൾ, അതുപോലെ തന്നെ വറഹത്തക്ക മിൻഹുമുൽ മുഖ്ലസീന, അങ്ങയുടെ മുഖ്ലിസ്, നിഷ്കളങ്കരായ അങ്ങയുടെ കുടുംബത്തിൽ നിന്നുള്ള അങ്ങയുടെ സംഘത്തിനെയും, സംഘം സ്വന്തക്കാർ, ഗോത്രക്കാർക്കും മുന്നറിയിപ്പ് നൽകുക എന്ന ആയത്തിറങ്ങിയപ്പോൾ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പുറപ്പെട്ടു. അങ്ങനെ ഹത്താ സഅദ സഫയിൽ കയറി, സഫാ മലയിൽ കയറി. ഫഹത്തഫ, നബി തങ്ങൾ ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഹാത്തിഫ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ടെലിഫോൺ ശബ്ദത്തിനൊക്കെ പറയാം, അത് അശരീരിക്കാണ് പറയാം. ഇവിടെ ഹത്തഫക്ക് ഇങ്ങനെ അർത്ഥമുണ്ട്, എന്ത്? ഉച്ചത്തിൽ വിളിക്കുക. എന്താ വിളിച്ചു പറഞ്ഞു? ആ സബാഹ. അപ്പോൾ ഫഖാലു, അപ്പോൾ ചോദിച്ചു, മൻ ഹാദല്ലദീ യഹ്തിഫു, ഈ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ആരാണ്? അപ്പോൾ ഖാലു, അവർ പറഞ്ഞു, മുഹമ്മദാണ്. അങ്ങനെ ഫജ്തമഉ, അവർ ഒരുമിച്ച് കൂടി. ഇലൈഹി, മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് ഒരുമിച്ച് കൂടി. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, യാ ബനി ഫുലാൻ,
യാ ബനി ഫുലാൻ യാ ബനി ഫുലാൻ ഇന്നാലിന്ന ആളുകളെ, യാ ബനി അബ്ദുമനാഫ് അബ്ദുമനാഫ് ബനു അബ്ദുമനാഫെ, യാ ബനി അബ്ദുൽ മുത്തലിബ് ഓ ബനു അബ്ദുൽ മുത്തലിബെ എന്ന് പറഞ്ഞ് വിളിച്ചു. ഫജ്തമഉ ഇലൈഹി, അപ്പോൾ നബി അവരിലേക്ക് അവർ ഒരുമിച്ച് കൂടി. ഫഖാല, നബി ചോദിക്കുകയാണ്, അറഅയ്തുക്കും ഞാൻ നിങ്ങൾക്ക്, ലൗ അഖ്ബർതുക്കും നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ, അന്ന ഖൈലൻ ഒരു കുതിരസംഘം, ഒരു കുതിരസൈന്യം, തഖ്റുജു അത് പുറപ്പെടുന്നു, ബി സഫി ഹാദൽ ജബലി ഈ മലയുടെ താഴ്ഭാഗത്ത് അടിഭാഗത്തു കൂടി നിങ്ങളെ ആക്രമിക്കാൻ പുറപ്പെടുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ, അകുന്തും മുസദ്ദിഖിയ നിങ്ങൾ എന്നെ സത്യമാക്കുമോ? അപ്പോൾ ഖാലു അവർ പറഞ്ഞു, മാ ജറബ്ന അലൈക കദിബ നിൻ്റെ മേൽ ഞങ്ങൾ കളവ് അനുഭവിച്ചറിഞ്ഞിട്ടില്ല, നീ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഖാല അപ്പോൾ നബി പറയാണ്, ഫൈന്നി നദീറുൽ ലക്കും തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനാണ്, ബൈന യദൈ അദാബിൻ ശദീദ് ശക്തിയായ ശിക്ഷയുടെ മുൻപുള്ള നിങ്ങൾക്ക് അതിനു മുമ്പുള്ള നിങ്ങൾക്കുള്ള മുന്നറിയിപ്പ് നൽകുന്ന ആളാണ് ഞാൻ. അപ്പോൾ കാല അബൂലഹബ് അപ്പോഴും അബൂലഹബ് എന്താ പറഞ്ഞ, തബ്ബല്ലക്ക നിനക്ക് നാശം, അമാ ജമാഅത്തനാൽ ഇല്ലാലി ഹാദ നീ ഇതിനു വേണ്ടിയിട്ടല്ലാതെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയില്ല, നീ ഇതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയില്ലല്ലേ. സുമ്മ കാല സുമ്മ കാമ പിന്നെ അവൻ എഴുന്നേറ്റ് പോയി. ഫഖ്ഫ നസലത്ത് ഹാദിസ് അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വഖത് തബ്ബ അല്ലേ, ഇങ്ങനെ ഓതിയിരുന്നു, തബ്ബത് യദാ അബീ ലഹബിൻ വഖത് തബ്ബ എന്ന സൂറത്ത് ഇറങ്ങിയെന്ന്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ ഹദീസിൽ അല്ലേ, കഥാ കറൽ അഅ്മശു ഇലാ ആഖിരി സൂറ പ്രകാരം അഅ്മശ് എന്ന ഒരു സൂറത്തിൻ്റെ അവസാനം വരെ ഓതി. വസാദൽ ഹുമൈദിയു വഗൈറുഹു ഹുമൈദിയും അതുപോലെ തന്നെ ഗൈറും വർദ്ധിപ്പിച്ചു. എന്താ വർദ്ധിപ്പിച്ച, ഫലമ്മ സമയത്ത് ഇമ്രാത്തുഹു മാ നസല ഫി സൗജിഹ വഫീഹാ മിനൽ ഖുർആനി ഫലമ്മ സമയത്ത് ഇമ്രാത്തുഹു അബൂലഹബിൻ്റെ ഭാര്യ കേട്ടപ്പോൾ, മാ നസല ഫി സൗജിഹ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയത്, വഫീഹ അവളുടെ കാര്യത്തിൽ, മിനൽ ഖുർആനിൽ നിന്ന് അവരുടെയും ഭർത്താവിൻ്റെയും കാര്യത്തിൽ ഇറങ്ങിയത് അവർ കേട്ടപ്പോൾ, ഭാര്യ കേട്ടപ്പോൾ, അത്തത്ത് റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് അവർ ചെന്നു. വഹു ജാലിസം ഫിൽ മസ്ജിദി നബി പള്ളിയിൽ, ഇന്ദൽ കാബത്തി കാബയുടെ അടുത്ത് പള്ളിയിൽ നബി ഇരിക്കുകയാണ്. വ മഅഹു അബൂബക്കർ റളിയല്ലാഹു നബിയുടെ കൂടെ അബൂബക്കർ തങ്ങളുണ്ട്. വഫി യദിഹാ ഫിഹ്റുൻ മിൻ ഹിജാറത്തിൻ അവളുടെ കയ്യിലാണെങ്കിലോ ഫിഹറുണ്ട് കല്ലുണ്ട്, അതായത് ഉള്ളംകൈ നിറയെ ഉള്ള കല്ലെന്നും പറയാം. അപ്പോൾ കല്ലുണ്ട് അവളുടെ കയ്യിൽ. ഫലമ്മ വഖഫത്ത് അലൈഹി അവൾ നബിയുടെ അടുത്ത് നിന്നപ്പോൾ, നബിയുടെ മേൽ നിന്നപ്പോൾ, അഖദല്ലാഹു ബസറഹാൻ റസൂലില്ല അവളുടെ കാഴ്ചയെ നബിയെ തൊട്ട് അള്ളാഹു പിടിച്ചു കളഞ്ഞു. ഫലാ തറ ഇല്ല അബൂബക്കറിൻ അബൂബക്കറിനല്ലാതെ അപ്പോൾ അവർ കണ്ടില്ല. ഫഖാദ് അവൾ ചോദിച്ചു, യാ അബൂബക്കർ അബൂബക്കറെ, ഇന്ന സാഹിബക്ക ഖദ് ബലഗനി അന്നഹു യഹ്ജൂനി നിൻ്റെ കൂട്ടുകാരൻ എന്നെ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി, പരിഹസിച്ചു എന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. വല്ലാഹി ലൗ വജത്തുഹു ലറബ്തുൽ ബി ഹാദൽ ഫിഹരി ഫാഹു അള്ളാഹിനെ തന്നെ സത്യം, ലൗ വജത്തുഹു ഞാൻ അവനെ കാണുകയാണെങ്കിൽ, ലറബ്തു ബി ഹാദൽ ഫിഹരി ഈ കല്ല് കൊണ്ട് ഞാൻ അവൻ്റെ വായ ഞാൻ എന്ത് ചെയ്യും, അടിക്കും, അത് ഞാൻ എറിയും. വല്ലാഹി innീല ഷായിറത്തുൻ അള്ളാഹിനെ തന്നെ സത്യം, ഞാൻ ഷായിറത്താണ്, ഞാൻ പാട്ടുകാരിയാണ്. മുദമ്മമൻ അസൈന വ അംറുഹു ആബൈന വദീനുഹു ഖലീന സുമ്മൻ എന്ന് പറഞ്ഞിട്ട് സുമ്മൻ സറഫത്ത് അവർ തിരിഞ്ഞുപോയി. അതായത് മുദമ്മമിനോട് അസൈന ഞങ്ങളെതിരായി, വംറുഹു അബൈന അവൻ്റെ കാര്യം ഞങ്ങളുടെ ഇടയിൽ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ മുദമ്മമൻ എന്നല്ലേ, അതവർ പാടിയ പാട്ടാണ്. അപ്പോൾ ഫഖാല അബൂബക്കർ അപ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലെ അമാ തറാഹ റാത്തുക
അമാ തറാഹ, അങ്ങ് അവൾ കാണുന്നില്ലേ, റാത്തുക്ക അങ്ങേ അവൾ കാണുന്നതായിട്ട്. കാല നബി പറഞ്ഞു, മാ റാത്തിനി, അവൾ എന്നെ കണ്ടിട്ടില്ല, അവരെന്നെ കണ്ടിട്ടില്ല. ലഖദ അഖദല്ലാഹു ബസറഹാനി, അവളെ എന്നെ തൊട്ട് അവരുടെ കണ്ണിനെ അല്ലാഹ് പിടിച്ചു കളഞ്ഞു. വകാനത്ത് ഖുറൈശൻ ഇന്നമാ തുസ്മി, അപ്പോൾ ഇവിടെ പാടിയപ്പോൾ ഒരു മുദമ്മമെന്നല്ല പറഞ്ഞ. വകാനത്ത് ഖുറൈശികൾ ഇന്നമാ തുസമ്മി റസൂലല്ലാഹി, റസൂലുള്ളാഹിക്ക് പേര് വെച്ചത് മുദമ്മമെന്ന് പേര് വെച്ചു. യസ്ബൂൻ, എന്നിട്ട് ആ മുദമ്മമിന് അവർ ചീത്ത പറയും. വകാന യഖൂലു, നബി പറയുമായിരുന്നു, അലാ തഅജബൂന, നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ, ലിമാ സറഫല്ലാഹു അന്നി മിൻ അദാ ഖുറൈശിൻ, ഖുറൈശികളുടെ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു എന്നെ തിരിച്ചു കളഞ്ഞതിന് നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ. യസുബൂന, അവർ ചീത്ത പറയുന്നു, യഹജൂന, അവർ എന്ത് ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നു മുദമ്മമിനെയാണ്. വന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണല്ലോ, എൻ്റെ പേര് മുദമ്മമെന്നല്ല. മുദമ്മമെന്ന് ആക്ഷേപിക്കപ്പെട്ടോ, ഞാൻ മുദമ്മമല്ല, വന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. അപ്പോൾ അവർ പറയുന്നതെല്ലാം മുദമ്മമിനെയാണ് ആക്ഷേപിക്കുന്നത് മറ്റും, ശരിക്കും അത് നബിയിലേക്ക് എത്തുന്നില്ല. വാന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. വക്കീല പറയപ്പെടും, ഇന്ന സബബ നുസൂലിഹ, ഇനി അതിൻ്റെ ഈ സൂറത്തിറങ്ങാനുള്ള കാരണം, മാ ഹക്ക അബ്ദുറഹ്മാനുബിനു സയ്യിദ്, അബ്ദുറഹ്മാനു സയ്യിദ് ഹിക്കായത്ത് ചെയ്ത് എന്താ, അന്ന അബാലഹബിൻ അത്തൻ നബിയ, അബൂലഹബ് നബിയുടെ അടുത്ത് ചെന്നിട്ട് ഫക്കാല പറഞ്ഞു, മാതാ ഊത്വാ ഇന്ന ആമന്തു ബിക യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, ഞാൻ നിന്നെ വിശ്വസിച്ചാൽ നീ എനിക്ക് എന്താണ് നൽകുക. ഫക്കാൽ, അപ്പോൾ നബി പറഞ്ഞു, കമായൂത്തൽ മുസ്ലിമൂന, മറ്റു മുസ്ലിങ്ങൾക്ക് നൽകുന്നത് പോലത്തെ നൽകപ്പെടും, മറ്റു മുസ്ലിങ്ങൾക്ക് നൽകപ്പെടുന്നത് പോലെ നൽകപ്പെടും എന്ന് പറഞ്ഞു. കാല, അപ്പോൾ അവൻ പറഞ്ഞു, മാലി അലൈഹിം ഫളുൻ, എനിക്ക് അവരെക്കാൾ ശ്രേഷ്ഠതയില്ലേ. കാല, അവൻ നബി പറഞ്ഞു, വായുഷയും തബുകൈ, എന്താണ് നീ ആഗ്രഹിക്കുന്നത്. കാല, അപ്പോൾ അവൻ പറഞ്ഞു, തബ്ബൻ ലി ഹാദാ മിൻ ദീനി, ഈ ദീനിന് നാശം, അല്ലെങ്കിൽ ഇവന് നാശം, ദീനിനാലുള്ള ഇവന് നാശം. അനക്കൂന അന വഹാഉലായി സവാൻ, ഞാനും ഈ കൂട്ടരും സമമാകൽ. സമമാകുന്നത് എങ്ങനെയാണ് അല്ലേ. ഫഅൻസല അല്ലാഹു തആല ഫി, അപ്പോൾ അല്ലാഹു തആല ഇറക്കി, അവനിൽ ഇറക്കിയതാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഇനിവ കൗലൻ സാലിസൻ, ഒരു മൂന്നാമത്തെ ഒരു കൗല് ഹക്കാവ് അബ്ദുറഹ്മാനുബിനു കൈസാൻ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. എന്താണത്, കാന ഇദാ വഫദ അലൻ നബി, കാന ഇദാ വഫദ അലൻ നബി, നബിതങ്ങളുടെ അടുക്കൽ നബിതങ്ങളുടെ മേൽ സംഘം വന്നാൽ, വഖദിൻ തലഖ ഇലൈഹിം അബൂലഹബ്, ഏസ്ഥിതിയിൽ അവരിലേക്ക് അബൂലഹബ് പോയിട്ടുണ്ടാകും. അപ്പോൾ ഫയസ് അലൂന ഹു, അവനോടാണ് അവർ ചോദിക്കുക റസൂലിനെ പറ്റിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഖൂലൂന ലഹു, അവർ അവനോട് ചോദിക്കും, അൻത അഅലമു ബിഹി മിന്ന, ഞങ്ങളെക്കാൾ നബിയെക്കൊണ്ട് നിങ്ങളല്ലേ ഏറ്റവും അറിയുന്നത് എന്ന് ചോദിക്കും. ഫയഖൂലു ലഹും അബൂലഹബ്, അപ്പോൾ അബൂലഹബ് അവരോട് പറയും, ഇന്നഹു കദ്ദാബൻ സാഹിറൻ, തീർച്ചയായും അവൻ കള്ളനും മാരണക്കാരനുമാണെന്ന്. ഫയർജിഊന അൻഹു വലാ യൽഖൗനഹു, അപ്പോൾ അവർ മടങ്ങിപ്പോകും നബിയെ തൊട്ട്. വലാ യൽഖൗനഹു, നബിയെ അവർ കണ്ടുമുട്ടൂല. അങ്ങനെ ഫാത്താ വഫദ്, അങ്ങനെ ഒരു സംഘം വന്നു. ഫഅല മാഹും മിസ്ല ദാലിക, അപ്പോൾ അബൂലഹബ് അവരോടും ഇതുപോലത്തതാണ് ചെയ്തത്, നബിയെ പറ്റി കുറ്റം പറഞ്ഞു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ലാ നൻസരിഫു ഹത്താ നറാഹു, നബിയെ കാണുന്നത് വരെ ഞങ്ങൾ തിരിഞ്ഞു പോകൂല. വനസ്മൗ കലാമു, നബിയുടെ കലാമ് കേൾക്കുന്നത് വരെ ഞങ്ങൾ തിരിഞ്ഞു പോകൂല എന്ന് പറഞ്ഞു. ഫഖാല ലഹും അബൂലഹബ്, അപ്പോൾ അബൂലഹബ് അവരോട് പറഞ്ഞു, ഇന്നാലം നസൽ നുആലിജുഹു, ഞങ്ങൾ അവനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫതബ്ബൻ ലഹു വതഅസ, അവന് നാശം എന്ന് പറഞ്ഞു. ഫഉഖ്ബിറ ബിദാലിക റസൂലുള്ളാഹി, അപ്പോൾ ഇത് നബിയോട് ഖബർ അറിയിക്കപ്പെട്ടു, വർത്തമാനം അറിയിക്കപ്പെട്ടു. ഫക്തഅബ ലിദാലിക, കാരണം നബി ദുഃഖിച്ചു, അതിനുവേണ്ടി നബി ഞങ്ങൾക്ക് ദുഃഖമുണ്ടായി. ഫഅൻസലല്ലാഹു തആല, അപ്പോൾ അല്ലാഹ് ഇറക്കിയതാണ് തബ്ബത് യദാ അബീ ലഹബിൻ അസ്സൂറ, ഈ സൂറത്ത്, തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്ത്. വഖീല പറയപ്പെട്ടു, ഇന്ന അബാ ലഹബ് അറാദ യർമിയൻ നബിയ ബി ഹജരിൻ, കല്ലുകൊണ്ട് നബി എറിയാൻ ഉദ്ദേശിച്ചു. ഫമനഅഹു അല്ലാഹു മിൻ ദാലിക്, അള്ളാഹു അതിൽ നിന്ന് തടഞ്ഞു. വഅൻസലല്ലാഹു തആല, അല്ലാഹ് ഇറക്കി തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് ലിൽ മൻഇ ലദി വഖഅ ബിഹി,
ലിൽ മൻ ഇല്ലതി തബ്ബ ലിൽ മൻ അള്ള തടഞ്ഞതിന് വേണ്ടി ലിൽ മൻ ഇല്ലതി വക്കാബിഹി മാന തബ്ബത്ത്. ഇനി തബ്ബത്തിൻ്റെ മാന എന്താ? ഹസിറത്ത് എന്നാണ്. അവനെന്തായി? പരാജയപ്പെട്ടു. ഖാലു ഖത്താദ പറഞ്ഞു ഹസിറത്ത്. വക്കീല ഖാബത്ത്, ഖാബത്ത് പരാജയപ്പെട്ടു. ഖാല ഇബ്നു അബ്ബാസ് വക്കീല വല്ലത്ത്. ഇബ്നു അബ്ബാസിനൊക്കെ പറയപ്പെടും വല്ലത്ത്, വഴി വെച്ചു. ഖാലഹു അത്വാ അതിനെ പറഞ്ഞിട്ടുണ്ട്. വക്കീല പറയപ്പെട്ട ഹലക്കത്ത്, നശിച്ചു എന്ന്. ഖാല ഇബ്നു ജുബൈർ അങ്ങനെ പറഞ്ഞു. വക്കാല യമാനുബിന് പറഞ്ഞു സഫിറത്ത് മിൻകുല്ലി ഖബറിൻ, സഫിറത്ത് എന്ന അർത്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്, നാശമടഞ്ഞു. മിൻ ഖുല്ലി ഖൈർ എന്നാണ് ഖബർന്ന്, എല്ലാ ഖബറിൽ നിന്നും, അല്ലെങ്കിൽ ഖൈർ എന്നായിരിക്കും ചിലപ്പോൾ. ഹക്കൽ അസ്മായി അൻ അബി അംറുബിനിൽ അലാ, അബു അംറുബിനിൽ അലായിനത്തോട് അസ്മൈ ഹിക്കായത്ത് അന്നഹു ലമ്മ ഖുത്തില ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ സമിഅന്നാസു ഹാത്തിഫൻ യഖൂലു, ജനങ്ങൾ കേട്ടു ഒരു ഹാത്തിഫിനെ, ഒരു അശരീരിയെ, യഖൂല് പറയുന്നു ലഖദ് ഖല്ലൗക വൻസറഫു ഫമാ അബൗ വലാ റജഉ വലം യൂഫു ബിനദിരിഹിം ഫയാ തബ്ബൻ ലിമാ സനഉ. ഇനി വ ഹസൽ യദൈനി ബി തബാബി, നാശം രണ്ട് കൈകൾ നശിക്കട്ടെ എന്നല്ലേ പറഞ്ഞു. അത് തബാബ് കൊണ്ട്, നാശം കൊണ്ട് പ്രത്യേകമാക്കാൻ കാരണം ലഅന്നൽ അമല അക്സറുമായക്കൂനു ബിഹിമാ, പ്രവൃത്തി മുഴുവനും, അധിക പ്രവൃത്തിയും അത് രണ്ടും കൊണ്ടാണ് ഉണ്ടാവുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഐ ഹസിറത്ത വ ഹസിറ ഹുവ, അപ്പം എങ്ങനെ? അത് രണ്ടും നശിച്ചു, വ ഹസിറ ഹുവ, അവൻ നശിച്ചിരിക്കുന്നു. വക്കീല പറയപ്പെടുമ്പോൾ ബിൽ അൽ മുറാദ് ബിൽ യദൈനി നഫ്സാണ്, അവൻ തന്നെ നശിച്ചു എന്നാണ്. രണ്ട് കൈ കൊണ്ടുള്ള മുറാദ് അവൻ്റെ ശരീരമാണ്. വഖദ് യുഅബ്ബറു അനി നഫ്സി ബിൽ യദി, ശരീരത്തെപ്പറ്റി കൈ കൊണ്ട് ഇബാറത്തിടാറുണ്ട്, കൈ പറയാറുണ്ട് ശരീരത്തിന് പകരമായിട്ട്. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞില്ലേ ബിമാ ഖദ്ദമത് യദാക, നിൻ്റെ രണ്ട് കരങ്ങൾ മുന്തിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നീ മുന്തിച്ചതെന്ന് അർത്ഥം. ഐ നഫ്സുക എന്നാണ്, നിൻ്റെ ശരീരം മുന്തിച്ചത്. വഹാദാ മഹ്യഉ കലാമിൽ അറബി, അറബികളുടെ കലാമിൻ്റെ ഇനി തുഅബ്ബിറു ബി ബാദി ഷൈ, എന്താണ്? ചില മഹ്യ എന്ന് പറഞ്ഞാൽ എന്താ? 5 തരീഖുമായി വാലിഹൻ, വിശാലമായത്, വ്യക്തമായതല്ലേ. ഹാദാ പറഞ്ഞെന്താണ്? ഫത വഫ്ദൻ നഫ്സുക വഹാദാ മഹിയഉ കലാമിൽ അറബി, ഇതാണ് അറബി കലാമിൻ്റെ മഹിയ, വ്യക്തമായത്. തുഅബ്ബിറു ബി ബാദി ഷൈഇ അൻ കുല്ലിഹി, മഹിയ യുഖാലു തരീഖ മഹിയൻ വാലിഹൻ വാസിയൻ വ്യക്തമായത്, ബയ്യനൻ വ്യക്തമായത് എന്നർത്ഥം. അഞ്ചല്ലേ? എന്താണ്? തുഅബ്ബിറു ബി ബാദി ഷൈഇ കൊണ്ട് അൻ കുല്ലിഹി, ഒരു വസ്തുവിൻ്റെ ചിലത് കൊണ്ട് ഖബർ അറിയിക്കാൻ, കുല്ലത് മുഴുവത്തെ തൊട്ട് ഖബർ അറിയിക്കാറുണ്ട്. തഖൂൽ അസാബത്തുഹു യദുദ്ദഹരി എന്ന് പറയില്ല, അസാബത്തുഹു യദുദ്ദഹരി, കാലത്തിൻ്റെ കൈ അവനെത്തി എന്ന് പറയും. വഇദ റസായ വൽ മനായ, ഈ അസ്വാബു കുല്ലു ദാലിക, അത് മുഴുവനും അവനെത്തി എന്നാണ്. ഖാല ഷാർ ലമ്മ അക്കബത്ത് യദു റസായ അലൈഹി നാദ അലാ മുഖ്ബിറു അലാ മുജീറു വതബ്ബ ഖാൽ ഫറവ തബ്ബൽ അത്തബ്ബുൽ അവ്വൽ ദുആ ആണ്, ഒന്നാമത്തെ തബ്ബ് ദുആ ആണ്. വസാനി ഖബർ, രണ്ടാമത്തെ ഖബറാണ്. അതായത് കമായുക്കാൽ പറയപ്പെടും അഹ്ലക്കഹുല്ലാഹു വഖദ് അഹ്ലക എന്ന് പറയാറില്ലേ, അള്ളാഹുവിനെ നശിപ്പിക്കട്ടെ, വഖദ് ഹലക, അവൻ നശിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ദുആവും രണ്ടാമത്തെ തബ്ബ് എന്താണ്? അത് ഖബറാണ്, അത് അങ്ങനെ സംഭവിച്ചു എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞു. വഫീ ഖിറാഅത്ത് അബ്ദുല്ലാഹി വ ഉബയ്യൻ, അബ്ദുല്ലാ എന്നവരുടെയും ഉബയ്യൻ്റെ ഖിറാഅത്തുണ്ട് വഖദ് തബ്ബ എന്ന് തന്നെ ഓതിയിട്ടുണ്ട്. തബ്ബത്തിയത അബീ ലഹബിയും വ തബ്ബ് എന്ന് കൊടുത്ത് വഖദ് തബ്ബ് എന്ന് ഓതിയിട്ടുണ്ട്. വ അബൂലഹബ് ഇസ്മുഹു അബ്ദുൽ ഉസ്സ എന്നാണ്, അബൂലഹബിൻ്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്, ഉസ്സയുടെ അടിമ എന്നല്ലേ, അബ്ദുൽ ഉസ്സ. വാഹു ഇബ്നു അബ്ദുൽ മുത്തലിബാണ് അബു നബി, നബിയുടെ എന്താണ് മൂത്താപ്പയായ
മൂത്താപ്പയാണ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്, എവിടെ മൂത്താപ്പയുമാണ്. വമ്രാത്തുൽ ഔറാ, അവളുടെ ഭാര്യ ഔറാ ആണ്, അത് ഉമ്മു ജമീൽ, ഔറാ ഉമ്മു ജമീലാണ്, ഉമ്മു ജമീൽ എന്ന ഔറാ ആണ്. അതായത് ഉഖ്തു അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അബൂ സുഫിയാൻ ഇബ്നു ഹർബിൻ്റെ സഹോദരിയുമാണ്. വക്കിലാഹുമ, അവർ രണ്ടുപേരും കാന ഷദീദൽ അദാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് വലിയ ശക്തിയായ ശത്രുതയുള്ളവരായിരുന്നു. കാല താരിഖ് ബിൻ അബ്ദുല്ലാഹിൽ മഹാരിബി പറയാണ്, താരിഖ് ബിൻ അബ്ദുല്ലാഹിൽ മഹാരിബി പറഞ്ഞു, ഇന്നി ബി സൂഖിൻ ദി മജാസ്, ഞാൻ ഈ മജാസിൻ്റെ അങ്ങാടിയിലായിരിക്കും. ഇതാ നബി ഇൻസാൻ യഖൂലു, അന്നേരം ഞാൻ ഒരു മനുഷ്യൻ്റെ അടുത്തായി. യഖൂലു, അദ്ദേഹം പറഞ്ഞു, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു, നിങ്ങൾ പറയുക ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് നിങ്ങൾ പറയുക. തുഫ്ലിഹു, എന്നാൽ നിങ്ങൾ വിജയിക്കും എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വൈദ് റാജുലൻ ഖൽഫഹു യർമി, മറ്റൊരാളോ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ കല്ലുകൊണ്ട് എറിയുകയാണ്. വഖദ് അദ്മാ സാഖൈ, അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും രക്തം ഒലിപ്പിക്കുകയാണ് അയാൾ. അർഖൂബൈ, അർഖൂബ് എന്ന് വെച്ചാൽ എന്താണ്, മടമ്പിൻ്റെ മീതെയുള്ള ഞരമ്പും അതുപോലെ തന്നെ കാലും രക്തമൊലിപ്പിക്കുന്നു കല്ലെറിഞ്ഞ്. വയഖൂലു, അയാൾ പറയാണ്, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നഹു കദ്ദാബൻ ഫലാ തുസദ്ദിഖൂഹു, അവൻ കള്ളനാണ്, നിങ്ങൾ അവനെ വിശ്വസിക്കരുത്. ഫഖുൽതു, അവ രണ്ടുപേരല്ലേ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദ, ഇത് ആരാണിത്? ഫഖാല, അവർ പറഞ്ഞു, മുഹമ്മദൻ, അത് മുഹമ്മദാണ്. സഅമ അന്നഹു നബിയുൻ, അദ്ദേഹം നബിയാണെന്ന് വാദിക്കുന്നു. വഹദ അമ്മുഹു അബൂലഹബ്, ഇത് അദ്ദേഹത്തിൻ്റെ മൂത്താപ്പയായ അബൂലഹബാണ്. യസൂമു, അവൻ വാദിക്കുന്നു, അന്നഹു കദ്ദാബൻ, മുഹമ്മദ് കള്ളനാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. അപ്പോൾ രണ്ടുപേരല്ലേ. ഇതാണ് എന്ത് താരിഖ് ബിൻ അബ്ദുല്ലാഹിൽ മഹാരിബി പറഞ്ഞത്. ഇനി വറവ അത്താഉൻ ഇബ്ൻ അബ്ബാസ്, ഇബ്ൻ അബ്ബാസിനെ തൊട്ട് അത്താ റിവായത്ത് ചെയ്തു. എന്താണ്? ഖാല, അദ്ദേഹം പറയാണ്, ഇബ്ൻ അബ്ബാസ് പറഞ്ഞു, ഖാല അബൂലഹബ് പറഞ്ഞു, സഹറക്കും മുഹമ്മദ്, നിങ്ങൾക്ക് മുഹമ്മദ് സിഹർ ചെയ്തിട്ടുണ്ട്. ഇന്ന അഹദനാ ലയക്കുലുൽ ജദാത്ത വയഷ്റബുൽ ഉസ്സ മിനൽ ലബനി ഫലാ യശ്ബഹു, ഞങ്ങളിൽ ഓരോരുത്തരും ഒരു ജദ്അത്തിനെയാണ് തിന്നുന്നത്. ജദ്അത്ത് എന്ന് വെച്ചാൽ എന്താ? ജദ്അത്ത് എന്ന് പറഞ്ഞാൽ 2 വയസ്സുള്ള ആട്ടിൻകുട്ടിയെ ഞങ്ങൾ തിന്നും, ഞങ്ങൾ അതിനെ തിന്നിട്ട്. അതുപോലെ തന്നെ വയഷ്റബുൽ ഉസ്സ, ഞങ്ങൾ ഒരു വലിയ പാത്രം, ഒരു പാനപാത്രം, വലിയൊരു പാത്രം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കുടിക്കും. മിനൽ ലബനി, പാല് കുടിച്ചുകൊണ്ട്. ഫലായസ്ബ, എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? വയറ് നിറക്കുന്നില്ല. എന്നിട്ടും വയറ് നിറയുന്നില്ല. വൈന്ന മുഹമ്മദൻ കാത് അഷ്ബാക്കും മിൻ ഫഹദി ഷാത്തിൻ, മുഹമ്മദ് നിങ്ങളെ ഒരു ഷാത്തിൻ്റെ, ഒരു എന്താണ്, ആടിൻ്റെ തുടയിൽ നിന്ന് നിങ്ങളെ വയറ് നിറപ്പിക്കുന്നു. വർവാക്കും മിൻ ഒസ്സി ലബൻ, ഒരു പാനപാത്രത്തിൽ നിന്ന് നിങ്ങളെ അവൻ ദാഹം തീർക്കുന്നു, ദാഹം ശമിപ്പിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? സിഹറാണ് എന്ന് അവർ പറഞ്ഞു. അസാനിയത്തു, ഇനി രണ്ടാമത്തെ മസല എന്താ? ഖൗലുഹു തആല, ഖൗൽ അബീലഹബ് എന്ന് പറഞ്ഞു. ഖീല, പറയപ്പെട്ടു, സുമ്യ ബിൽ ലഹബിൽ ഹുസ്നിഹി, ലഹബ് എന്ന് പേര് പറയാൻ കാരണം എന്താ? ലഹബ് ജ്വാല എന്നല്ലേ? അബൂലഹബ് ലഹബിൻ്റെ പിതാവെന്നല്ലേ? ലഹബ് എന്ന് പറയുമ്പോൾ ജ്വാല എന്നല്ലേ? തീയുടെ ജ്വാല. ഖീല, പറയപ്പെട്ടു, ബിൽ ലഹബ് എന്ന് പേരൊക്കെ പറഞ്ഞാൽ ലി ഹുസ്നി, അത് ഇദ്ദേഹത്തിൻ്റെ ഭംഗി കാരണമാണ്. ഭംഗി, നല്ല ഭംഗിയുള്ളവർ. വൈഷ്റാഖി വജി, മുഖത്തിൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടിയിട്ടാണ്. വഖദ് ലന്ന ഖൗമൻ അന്ന ഫി ഹാദ ദലീലൻ അലാ തക്നിയത്തിൽ മുശ്രിക്കി വഹു ബാത്തിലൻ. വഖദ് ലന്ന ഖൗമൻ, ഒരു ജനത ഭാവിച്ചു, അന്ന ഫി ഹാദ, ഇതിൽ ദലീലുണ്ട്, അലാ തക്നിയത്തിൽ മുശ്രിക്കി, മുശ്രിക്കിന് എന്ത് ചെയ്യുക? കിനായത്ത്, തക്നിയത്ത്, മുശ്രിക്കിന് തക്നിയത്തിൻ്റെ മേൽ വഹുവ ബാത്തുലൻ, അതായത് കുഞ്ഞത്ത് നൽകുക എന്നതിൻ്റെ മേൽ തെളിവുണ്ടെന്ന്. കുഞ്ഞത്തായിട്ട് പേര് നൽകൂലല്ലോ, വാപ്പയുടെയും മറ്റൊക്കെ പേര് കൊടുത്തിട്ട് പറയും വഹുവ ബാത്തുലൻ, അത് ബാത്തുലാണ്. വൈന്നമ കന്നാഉല്ലാ ബി അബീലഹബിൻ ലി മആനിൻ അർബ, അള്ളാഹു ബി അബീലഹബ് എന്ന് അദ്ദേഹത്തിന് കുഞ്ഞത്ത് നൽകിയത് ഉലമാക്കന്മാരുടെ അടുക്കൽ ഈ മആനിൻ അർബ, 4 അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത്
അന്നഹു ഖാൻ ഇസ്മു അബ്ദുൽ ഉസ്സ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. ഉസ്സയുടെ അടിമ എന്ന പേര്. വൽ ഉസ്സ എന്നുള്ള സനമല്ലേ, അതൊരു ഒരു ബിംബത്തിൻ്റെ പേരാണ്. വലം യുളിഫില്ലാഹു ഫി കിതാബിഹിൽ ഉബൂദിയത ഇല സനമി. അപ്പോൾ വലം യുളിഫില്ല, അള്ളാഹ് ചേർത്തില്ല ഫി അവൻ്റെ കിതാബിൽ അൽ ഉബൂദിയത്തിനെ ഇലാ സനമിൻ, സനമിലുള്ള സനമിലേക്കുള്ള ഉബൂദിയത്തിനെ, ആരാധനയെ ചേർത്തില്ല. അപ്പോൾ അങ്ങനെ പറയാതിരുന്നതാണ്, അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരുന്നതാണ്. അസ്ഥാനി രണ്ടാമത്തേത് അന്നഹു കാന ബി കുഞ്ഞത്തി അഷ്റമിനു ബിസ്മിഹി, അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് കൊണ്ട് അദ്ദേഹം പേരിനേക്കാൾ പ്രസിദ്ധനായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഫസറാബി, അപ്പോൾ അത് വ്യക്തമാക്കി പറഞ്ഞതാണ്, കുഞ്ഞത്ത് പറഞ്ഞതാണ്. അസാലിസ് മൂന്നാമത്തെ അന്നൽ ഇസ്മ അഷ്റഫ് മിൻ കുഞ്ഞത്ത്, പേരാണ് കുഞ്ഞത്തിനേക്കാൾ സ്ഥാനമുള്ളത്. ഫാത്തഹുല്ലാഹു അസ്സ വജല്ലാനിൽ അഷ്റഫി, അപ്പോൾ അവനെ അള്ളാഹു എന്ത് ചെയ്തു, താഴ്ത്തി. അഷ്റഫിനെ തൊട്ട് ഇലൽ അങ്കസി, ഏറ്റവും ചുരുങ്ങിയതിലേക്ക്, ഏറ്റവും ശ്രേഷ്ഠമായതിനെ തൊട്ട് ഏറ്റവും ചുരുങ്ങിയതിലേക്ക് അവനെ അള്ളാഹ് താഴ്ത്തിയതാണ്. ഇദാലം യക്കും ബുദ്ധം മിനൽ ഇഖ്ബാരി അൻഹു, അവനെ തൊട്ട് ഖബർ അറിയിക്കൽ അത്യാവശ്യമാകാതിരിക്കുമ്പോൾ വലിദാലിക ദഅ അല്ലാഹു തആല അംബിയാ ബി അസ്മായി, ഇക്കാരണം കൊണ്ട് അള്ളാഹു അംബിയാക്കളെ അവരുടെ നാമം കൊണ്ടാണ് വിളിച്ചത്. വലം യകുൻ അൻ അഹദിൻ മിൻഹും വയദുല്ലുക അലാ ശറഫിൽ ഇസ്മി അലൽ കുഞ്ഞത്തി, വയദുല്ലുക നിനക്ക് തെളിവാണ്, അലാ ഷറഫിൽ ഇസ്മി അലൽ കുഞ്ഞത്തിനേക്കാളാണ് ഇസ്മിന് ശ്രേഷ്ഠതയുണ്ടെന്നതിന് തെളിവാണ്. അനല്ലാഹു തആല യുസമ്മ വലാ യുക്ന, യുസമ്മ അള്ളാഹുവിന് പേര് വെക്കപ്പെടും, വലാ യുക്ന അവന് കുഞ്ഞത്തില്ലല്ലോ. വൈൻകാന ദാലിക ളുഹൂരി വ ബയാനി വസ്തിഹാലത്തി നിസ്ബത്തുൽ കുഞ്ഞത്തി ഇലൈഹി, വൈൻകാന ദാലിക ലി ളുഹൂരിഹി വ ബയാനിഹി വസ്തിഹാലത്തി നിസ്ബത്തുൽ കുഞ്ഞത്തി ഇലൈഹി തഖദ്ദസഹു അൻഹു അൻഹാ, ലതഖദ്ദസഹു അൻഹ. ഇനി അറാബി നാലാമത്തേത് അന്നല്ലാഹു തആല അറാദ അൻ യുഹഖിഖ നിസ്ബത്തഹു, അവൻ്റെ നിസ്ബയെ അള്ളാഹു ഉറപ്പിക്കാൻ ഉദ്ദേശിച്ചു. ബിഅൻ യുദ്ഖിലഹു നാറ, അങ്ങനെ എന്ത് ചെയ്യുക, നരകത്തിൽ പ്രവേശിപ്പിക്കൽ കൊണ്ട്. ഫയക്കൂനു അബാ ലഹ, അപ്പോൾ അബു തഹ്ഖീഖൻ ലിനിസബി അബൻലഹയാകും. ഫയക്കൂനു അബൻലഹ, അപ്പോൾ അവൻ ആ നരകത്തിന് അബാകും. അത് തഹ്ഖീഖൻ ലിനസബ്, നസബിനെ തഹ്ഖീഖാക്കാൻ വേണ്ടി. വഇംലാലിൽ ഫാലി വത്വീറത്തി അല്ലത്തി ഇഖ്താറഹ ലി നഫ്സിഹി, അവന് വേണ്ടി അവൻ തിരഞ്ഞെടുത്ത അവൻ്റെ ആ അപലക്ഷണവും അവന് നടപ്പാക്കാൻ വേണ്ടി. അതായത് ലഹബ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അർത്ഥം, ജ്വാല എന്നല്ല. അപ്പോൾ ജ്വാല ഉടയവൻ വെച്ചാൽ നരകമുടയവൻ. അപ്പോൾ അവൻ്റെ പേര് അതിനോട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വഖദ് ഖീല പറയപ്പെടും ഇസ്മുഹു കുഞ്ഞത്തുഹു, അവൻ്റെ പേര് തന്നെയാണ് കുഞ്ഞത്തുന്ന്. ഫകാന അഹ്ലുഹു, അവൻ്റെ അഹ്ലു യുസമ്മൂന പേര് വെച്ച് അബാലഹബ് എന്ന് തന്നെ പേര് വെച്ചത്, അല്ലാതെ എന്തല്ല അബുലഹബ് തന്നെ പേര് വെച്ചത്. തലഹുബി വജീഹി വ ഹുസ്നിഹി എന്നാണ്, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ജ്വാലക്ക് വേണ്ടിയിട്ട്, ഭംഗിക്ക് വേണ്ടി. ഫസറഫഹുമുല്ലാഹു അൻ യഖൂലു അബുന്നൂറ് വഅബുല്ലിയാ, അള്ളാഹ് അവരെ തിരിച്ചു കളഞ്ഞു. അവർ അങ്ങനെ പേര് വെച്ചില്ല, അബുന്നൂറെന്നോ അബുല്ലിയാ പ്രകാശത്തിൻ്റെ പിതാവെന്നോ നൂറിൻ്റെ പിതാവെന്നോ ഒന്നും പറഞ്ഞില്ല. അല്ലദീ ഹുവൽ മുസ്തറഖു ബൈനൽ മഹബൂബി വൽ മക്റൂഹി, അത് ഇഷ്ടപ്പെടുന്നതിൻ്റെയും വെറുക്കപ്പെടുന്നതിൻ്റെ ഇടയിൽ മുസ്തറഖ, രണ്ടിനും പറയാൻ പറ്റും. അത് അവർ പറയാതിരിക്കാൻ അവരെ ഒഴിവാക്കിയുണ്ട്. അജ്റ അല അൽസിനത്തിഹിമ യുളീഫു ഇലാ ലഹബിൻ, അവർ എന്ത് ചെയ്തു, അവരുടെ നാവിൻ്റെ മേലെ അവർ നടത്തിയ യുളീഫുഹു ഇലാ ലഹബിലേക്ക് ചേർക്കൽ, അല്ലദീ ഹുവ മഖ്സൂസൻ ബിൽ മക്റൂഹിൽ മസ്മൂമി, അത് ലഹബ് എന്ന് ചേർക്കൽ എന്താണ്, അത് ആക്ഷേപിക്കപ്പെട്ടതും വെറുക്കപ്പെട്ടതും കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ്. അപ്പോൾ അതിലേക്കാണ് ചേർത്തത്. അബുനൂറെന്നോ അബുലിയ എന്നൊന്നും പറഞ്ഞില്ല. വഹുവൻ നാറു, ശരിക്കും അത് തീയല്ല. ലഹബ് എന്ന് പറഞ്ഞാൽ തീയാണ്, നാറാണ്, തീയാണ്. സുമ്മ ഹഖഖ ദാലിക ബിഅൻ യജഅലഹ മഖറഹു, അള്ളാഹു അതിനെ എന്താക്കി, ഉറപ്പാക്കി, അവന് അതിൻ്റെ സ്ഥാനം അവനാക്കി, അത് തന്നെ അവനാക്കി കൊടുത്തു, നരകത്തിൻ്റെ ആൾ തന്നെ ആക്കി അവന്. വഖറ മുജാഹിദോദി വ ഹുമൈദോദി വബനു കസീർ വബനു മുഹൈസിൻ
അബി ലഹബ്, ലഹബ് എന്ന് ബിസ്കാനിൽ ഫായി, ഫായിന് കെസറ് കൊടുത്തിട്ട് ഓതിയേക്കണം, സുക്കൂന് കൊടുത്തിട്ട് ലഹബ്, ഹായിന് കെസർ സുക്കൂന് കൊടുത്ത് അബൂ ലഹബ്, അബി ലഹബ്, ലഹബ്, ലഹബ് നമ്മൾ ഫത്ഹായിട്ട് ഓതി. വലം യഖ്തലിഫു ബി ദാത്തി ലഹബിൻ ഇന്നമാ മഫ്തുഹത്തൻ, ദാത്ത ലഹബിൽ അതെന്ത് ഇഖ്തിലാഫായിട്ടില്ല, അത് മഫ്തൂഹ തന്നെയാണ്, ദാത്ത താ അല്ലേ, എന്നഹും റാവു ഫിയ റൂസല്ലായ, അത് അവർ പരിഗണിച്ചത് ആയത്തിൻ്റെ റൂസിനെ പരിഗണിച്ചിട്ടാണ്, ആയത്തിൻ്റെ തല പരിഗണിച്ചിട്ട് അങ്ങനെയാണ് മഫ്തൂഹത്താണ്. വലം യഖ്തലിഫു ബി ദാത്ത ലഹബിൽ ഇഖ്തിലാഫാണ്, ഇന്നഹ മഫ്തൂഹത്ത് തന്നെയാണ്, ദാത്ത തായിന് ഫത്ത് തന്നെ. അസാലിസത്തു മൂന്നാമത്തത് ഖാല ഇബ്നു അബ്ബാസ് ലമ്മാ ഖലഖല്ലാഹു അസ്സ വജൽ ഖലമ, അള്ളാഹു കലം സൃഷ്ടിച്ചപ്പോൾ, പേന സൃഷ്ടിച്ചപ്പോൾ, ഖാല ലഹു, അള്ളാഹിനോട് പറഞ്ഞു, ഉക്തുബ് മാ ഹുവ കായിൻ, ഉണ്ടാകുന്നതൊക്കെ നീ എഴുതുക, വക്കാന ഭീമാ കതബ തബ്ബത് യദാ അബീ ലഹബ്, ആ പേന എഴുതിയതിൽപ്പെട്ടതായിരുന്നു തബ്ബത് യദാ അബീ ലഹബ് എന്നതും പേന എഴുതിയിട്ടുണ്ട്, അബൂലഹബിൻ്റെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്നുള്ളത്. വഖാല മൻസൂർ എന്നവർ പറയാണ്, സുഇലൽ ഹസൻ അൻ ഖൗലിഹി തആല തബ്ബത് യദാ അബീ ലഹബ്, തബ്ബത് യദാ അബീ ലഹബ് എന്ന ഖൗലിനെ പറ്റി ഹസനോട് ചോദിക്കപ്പെട്ടു. ഹൽ കാന ഫി ഉമ്മുൽ കിതാബിൽ, അത് ഉമ്മുൽ കിതാബിലുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടു. വഹൽ ഖാൻ അബൂലഹബ് യസ്തതിഉ അൻ ലാ യസ്ലാൻ നാറ, അബൂലഹബിന് നരകത്തിൽ കടക്കാതിരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അൽ ഹസൻ എന്നവർ പറഞ്ഞു, വല്ലാഹി മാ കാൻ യസ്തതിഉ അൻ ലാ യസ്ല, അവനതിൽ കയറാതിരിക്കാൻ, അവനതിന് കടക്കാതിരിക്കാൻ കഴിയൂല. വൈനാ ലഫീ കിതാബില്ലാഹി മിൻ ഖബ്ല അൻ യുഖ്ലഖ വഅബൂലഹബ് വഅബവാഹു, അബൂലഹബിനെയും അവൻ്റെ മാതാപിതാക്കളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹിൻ്റെ കിതാബിൽ അതുണ്ട്, അപ്പോൾ അത് മുൻപേ നിശ്ചയിക്കപ്പെട്ടതാണ്. അതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് കൗല് മൂസാ നബിയുടെ കൗലിൽ ആദമിനോട് പറഞ്ഞല്ലോ, ആദം നബിയോട് മൂസാ നബി ചോദിച്ചല്ലോ, അൻതല്ലദീ ഖലഖക്കല്ലാഹു ബിയദിക്, അള്ളാഹു നേരിട്ട് അങ്ങേ സൃഷ്ടിച്ചതല്ലേ, വ നഫഖ ഫീക മിൻ റൂഹി, അള്ളാഹു അവൻ്റെ റൂഹിൽ നിന്ന് അങ്ങക്ക് ഊതിത്തന്നതല്ലേ, വാസ്കനക ജന്നത്തഹു, അള്ളാഹിൻ്റെ സ്വർഗത്തിൽ അങ്ങേ താമസിപ്പിച്ചതല്ലേ, വാസ്ജദക ലക മലായികത്തഹു, വാസ്ജദ ലക മലായികത്തഹു, അവൻ്റെ മലക്കുകൾ അങ്ങക്ക് വേണ്ടി സുജൂദ് ചെയ്യിപ്പിച്ചില്ല അള്ളാഹ്, അല്ല ഹയ്യബത്തൻ നാസ്, അങ്ങ് ജനങ്ങളെ ഹായിവാക്കിയല്ലോ എന്ന് ചോദിച്ചു. നിങ്ങൾ കാരണം ജനങ്ങളെ നിങ്ങൾ പരാജയത്തിലാക്കിയല്ലോ. വാഖ്റജ്തഹും മിനൽ ജന്ന, നിങ്ങൾ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്ത് കളഞ്ഞല്ലോ നിങ്ങൾ കാരണം, അതായത് ആ പഴം ഭക്ഷിച്ച കാരണമല്ലേ അള്ളാഹ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ കാല ആദം നബി അപ്പോൾ പറയാണ്, മൂസാ നബിയോട് പറഞ്ഞു, വന്ത മൂസല്ലദീ ഇസ്തഫാക ബി കലാമിഹി, അങ്ങ് മൂസയല്ലേ അല്ലദീ ഇസ്തഫാക ബി കലാമിഹി, അവൻ്റെ വചനം കൊണ്ട് അള്ളാഹ് അങ്ങ് തിരഞ്ഞെടുത്തു, അങ്ങനത്തെ മൂസ കലീമുള്ള എന്ന മൂസയല്ലേ. വാത്താക്ക തൗറാത്ത, അങ്ങേക്കല്ല തൗറാത്ത് നൽകിയിട്ടില്ലേ. തലൂമൂനിനി അല അംരിൻ കതബഹുല്ലാഹു അലയ്യ ഖബ്ല അൻ യഖ്ലുഖ അല്ലാഹു സമവാതി വൽ അർള, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണോ ഒരു കാര്യത്തിൻ്റെ മേൽ, അള്ളാഹു എൻ്റെ മേൽ അത് നിശ്ചയിച്ചിട്ടുണ്ട്. ഖബ്ല അൻ യഖ്ലുഖ അല്ലാഹു സമവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എൻ്റെ മേൽ നിശ്ചയിച്ച കാര്യത്തിൻ്റെ മേൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണോ. ഖാലൻ നബി, അവൻ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഹജ്ജ ആദമു മൂസ, ആദം അലൈഹിസ്സലാം മൂസാ നബി എന്ത് ചെയ്തു, അങ്ങനെ പരാജയപ്പെടുത്തി. മഖത്തഖദ്ദമഹാദ, ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് തെളിവ് കൊണ്ട് ആദം മൂസാ നബി അലൈഹി സ്വലാമിനേക്കാൾ വിജയിച്ചു. വഫി ഹദീസി ഹമ്മാമിൻ അൻ അബീ ഹുറൈറ അന്ന ആദം, അബൂ ഹുറൈറയെ തൊട്ട് അന്ന ആദം നബി ഖാല പറഞ്ഞു മൂസാ നബിയോട്, ബിക്കും വജത്തുല്ലാഹ കതബത് തൗറാത്തി ഖബ്ല അൻ യഖ്ലുഖനി, വജത്തുല്ലാഹ കതബത് തൗറാത്തി ഖബ്ല അൻ യഖ്ലുഖനി ഖാല ബി അൽഫി ആമിൻ
ഖാല ഫാൽ വജത്ത ഫിഹ വഅസ ആദമു റബ്ബഹു ഫഗവാ ഖാല നഅം ഖാല തലൂമുനി അലാ അംറിൻ വകതബല്ലാഹു അലയ്യ അൻ അഫ്അലഹു മിൻ ഖബ്ല അൻ അഖ്ലുഖ ബിഅൽഫിയാം ഫഹജ്ജ ആദമു മൂസ. ഇവിടെ എന്താ പറഞ്ഞത്? ഖാല നബി തങ്ങൾ പറഞ്ഞു ഫഹജ്ജ ആദം മൂസ അലൈഹിസ്സലാം മൂസാ നബിയോട് ആദം വിജയിച്ചു, തെളിവ് കൊണ്ട് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വഫി ഹദീസ്, ഒരു ഹദീസിലുണ്ട് അമ്മാസിൻ അബി ഹുറൈറൻ്റെ ഹദീസിലെ പറഞ്ഞു അന്ന ആദമ ഖാലലെ മൂസാ നബിയോട് ആദം നബി പറയണം ബിക്കം വജത്ത അല്ലാഹ കതബ തൗറാത്ത ഖബ്ല യഖ്ലുഖനി, എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു തൗറാത്തിനെ എത്ര കൊല്ലം മുമ്പ് എഴുതിയത്? ഖാല, അപ്പോൾ മൂസാ നബി അൽഫിയാമിൻ 2000 വർഷം മുമ്പ്. അപ്പോൾ ഖാല അപ്പം ആദം നബി ചോദിച്ചു ഫാൽ വജത്ത, നീ എന്താണ് അതിലെത്തിച്ചത്? ഫാൽ വജത്ത, നീ എത്തിച്ചിട്ടില്ലേ അതിൽ? വസാദമു റബ്ബഹു ഫഗവാ എന്ന് എത്തിച്ചിട്ടില്ലേ? ആദമ് റബ്ബിനോട് എതിര് ചെയ്തു, ഫഗവാ, അങ്ങനെ അദ്ദേഹം അക്രമം ചെയ്തു എന്നല്ലേ, ഫഗവാ. ഖാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു ഞാൻ അതെ. ഖാല, അപ്പോൾ ആദം നബി ചോദിച്ചു അഫ തലൂമുനി, അപ്പോൾ നീ എന്നെ ആക്ഷേപിക്കണം അലാംറിൻ, ഒരു കാര്യത്തിൻ്റെ മേൽ ഖതബല്ലാഹു അലയ്യ അൻ അഫ്അലഹു മിൻ ഖബ്ല അൻ അഖ്ലുഖ ബിഅൽഫിയാം, 2000 വർഷം മുമ്പ്, എന്നെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് അള്ളാഹു അതിനെ ഞാൻ പ്രവർത്തിക്കുമെന്ന് എൻ്റെ മേൽ അള്ളാഹ് നിശ്ചയിച്ച കാര്യത്തിൻ്റെ മേൽ അങ്ങ് എന്നെ ആക്ഷേപിക്കുകയാണോ? ഫഹജ്ജ ആദം മൂസ, അപ്പോൾ ആദം നബി മൂസാ നബിക്ക് തെളിവ് കൊണ്ട് വിജയിച്ചു. വഫി ഹദീസി താവൂസിൻ വബിന് ഹുർമുസ് വല്ല ആറജൻ അബി ഹുറൈറ ബിഅർബഈന ആമെന്നാണ്, 40 വർഷം മുമ്പെന്നാണ് അവിടെ എഴുതിയേക്കണം, ബിഅൽഫിയാമിന് പകരം. അപ്പോൾ നമ്മൾ തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് എന്ന് വെച്ചാൽ എന്താ? മാ അഗ്ന അൻഹു മാലുഹു, അവൻ്റെ മുതൽ അവനിക്ക് ഉപകരിക്കുകയില്ല, വമാ കസബ, അവൻ്റെ സമ്പാദ്യവും ഉപകാരപ്പെട്ടില്ല. അപ്പോൾ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് എന്ന് വെച്ചാൽ ഐ മാ ദഫഅൻഹു, അവനത്തോട് തടയൂല അദാബല്ലാഹി, അള്ളാഹിൻ്റെ ശിക്ഷ, മാ ജമാ മിനൽ മാലി, അവൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തും, വലാമാ കസബ മിൻ ജാഹിൻ, അവൻ സമ്പാദിച്ചവൻ്റെ ആ സ്ഥാനവും അവന് അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് തടയൂല. വഖാല മുജാഹിദ് എന്നവർ പറഞ്ഞു മിനൽ വലദീന്ന്, സന്താനവും, അവൻ്റെ സമ്പാദിച്ച സന്താനം എന്നാണ്. വലദുർ റജുലി മിൻ കസ്ബിഹി ആണല്ലോ, ഒരാളുടെ സന്താനം അവൻ്റെ സമ്പാദ്യം തന്നെയാണ്. വഖറൽ അമശു മക്തസബ എന്നുണ്ട്, മാ അഗ്ന അൻഹു മാലു വമാ കസബ് എന്നിടത്ത് മക്തസബ് എന്നാണ് ഓതിയേക്കണം. ആരോതി? അമശ് ഓതിയത്. വറവാഹു അൻ ഇബ്നു മസ്ഊദ്, അത് ഇബ്നു മസ്ഊദിനെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖാല അബൂ തുഫൈൽ പറഞ്ഞു ജാ ബനു അബീ ലഹബ്, അബൂലഹബിൻ്റെ മക്കൾ വന്നു, യഖ്തസിമൂന ഇൻദ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൻ്റെ അടുക്കൽ തർക്കിച്ചുകൊണ്ട് വന്നു അബൂലഹബിൻ്റെ മക്കൾ. ഫഖ്തതലു, അങ്ങനെ അവർ തർക്കിച്ചു. ഫഖാമ ലി യഹ്ജിസ ബൈനും, ഇബ്നു അബ്ബാസ് അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം എഴുന്നേറ്റു, ലി യഹ്ജിസ ബൈൻ, അവരുടെ ഇടയിൽ മറയിടാൻ. ഫദഫൗ ബഅ്ളുഹും, അപ്പോൾ ചിലർ അദ്ദേഹത്തെ തടഞ്ഞു. ഫവഖാ അലൽ ഫിറാശ്, അപ്പോൾ അദ്ദേഹം വിരിപ്പിലേക്ക് വീണു. ഫഗളിബ ഇബ്നു അബ്ബാസ്, അപ്പോൾ ഇബ്നു അബ്ബാസ് ദേഷ്യപ്പെട്ടു. വഖാലണ്ട്, അദ്ദേഹം പറഞ്ഞു അഖ്രിജു അന്നിൽ കസ്ബൽ ഖബീസ്, ഈ മോശമായ, ഈ മ്ലേച്ഛമായ സമ്പാദ്യത്തെ എന്നെ തൊട്ട് നിങ്ങൾ പുറത്താക്കൂ. യനി വലതുഹൂന്ന, അതായത് ആ അബൂലഹബിൻ്റെ മകനെ എന്നെ തൊട്ട് നിങ്ങൾ പുറത്താക്കാൻ. അപ്പോൾ അവിടെ തെളിവായില്ലേ, കസ്ബ് എന്ന് വെച്ചാൽ സന്താനമൊന്നും ഉണ്ട് എന്ന തെളിവാണ് ഈ പറഞ്ഞത്. വൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹുവിനെ തൊട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഖാല പറഞ്ഞു ഇന്ന അത്യബ മഅക്കല റജുലു മിൻ കസ്ബിഹിന, ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്നതിൽ ഏറ്റവും നല്ലത് മിൻ കസ്ബിഹി, അവൻ്റെ കസ്ബിൽ നിന്നാണ്. അണ്ട് പറയണം അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന മിൻ വലദി മിൻ കസ്ബിഹിന, തീർച്ചയായും എൻ്റെ വലത് ഇന്ന അല്ലേ മിൻ കസ്ബിഹി, അവൻ്റെ വലത് എന്താണ്? അവൻ്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്, സന്താനവും സമ്പാദ്യത്തിൽപ്പെട്ടതാണ്.
അവിടെ വലതീന്നാണ് വൈന്ന വലതീന്നുള്ള ഭാഗത്ത് വൈന്ന വലതഹു നായി മിൻ കസ്ബി അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഖറജ അബൂദാവൂദിനെ പുറപ്പെടുവിച്ചു. വഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു ലമ്മാ അൻസറ റസൂലുള്ള മുന്നറിയിപ്പ് നൽകി അശീറത്തഹു ബിന്നാരി അശീറത്തിന് അവരുടെ കുടുംബത്തിന് ബിന്നാരി നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഖാല അബൂലഹബ് പറയാണ് ഇൻകാനമായ യഖൂലുബ്നു അഖി ഹഖൻ യഖൂലുബ്നു അഖി എൻ്റെ സഹോദരൻ്റെ പുത്രൻ പറയുന്നത് ഹഖൻ സത്യമാണെങ്കിൽ ഫൈന്നി അഫ്ദി നഫ്സി എൻ്റെ നഫ്സിനെയും എൻ്റെ ശരീരം ഞാൻ കാക്കും ബി മാലീബ വലദീന എൻ്റെ മക്കളെ കൊണ്ടും എൻ്റെ സമ്പാദ്യം കൊണ്ടും ഞാൻ അതിൽ നിന്ന് ഞാൻ കാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഫനസൽ അപ്പോഴാണ് ഇറങ്ങിയത് മാ അഗ്നാൻഹു മാലു ഒമാ കസബ് മാ അഗ്നാൻഹു അവന് ഉപകരിക്കുകയില്ല അവൻ്റെ മാലും ഒമാ കസബ് അവൻ്റെ സമ്പാദ്യവും അവന് ഉപകരിക്കുകയില്ല. ഫനസ അല്ലേ അങ്ങനെ പറഞ്ഞു. വമാഫി കൗലിഹി മാ അഗ്ന എന്ന കൗലി യജൂസൻ തക്കൂന നഫിയാകാം മാ അഗ്ന ഉപകരിച്ചില്ല എന്നാണ്. യജൂസൻ തക്കൂൻ നഫിയാകാം അവിടുത്തെ മാ വയജൂസൻ തക്കൂന ഇസ്തിഫാമാകാം അയ്യു ഷൈൻ അഗ്ന മാ അഗ്ന എന്തൊന്നാണ് അവന് ഉപകരിക്കുക അങ്ങനെയും ആകാം. അപ്പോൾ വമസാനിയ രണ്ടാമത്തെ മാ യജൂസു മാ അഗ്ന എന്ന് പറഞ്ഞാൽ പിന്നെ മാ വരുന്നില്ലേ മാലുഹൂല മാ അത് യജൂസൻ തക്കൂന മാനല്ലേ അല്ലതി എന്ന മാനക്കാകാം. വയജൂസൻ തക്കൂന മാൽ ഫീലി മസ്തറൻ അത് അതുപോലെ തന്നെ ഫീലോടുകൂടി മസ്തറും ആകാം. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് മാ അഗ്ന അൻഹു മാലഹു വ കസ്ബുഹു. അപ്പോൾ കസ്ബ് വമാ കസ്ബ് എന്ന് ഓർത്തോട്ടാണ് മാലുഹൂല മാ അല്ല കേട്ടാ വമാ കസബില മാ അഗ്ന അൻഹു മാലുഹു വ കസ്ബുഹു എന്ന്. അപ്പോൾ കസ്ബുഹു എന്ന അർത്ഥത്തിന് അവൻ്റെ സമ്പത്തും മാ അഗ്ന മാ നമ്മ രണ്ടാമത്തെ മാ ഇസ്തിഫാമല്ല അയ്യു ഷൈൻ അഗ്ന അൻഹു മാലുഹു വ കസ്ബുഹു. ഇനി അടുത്തത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. ഇനി അടുത്ത് വരുന്നതാണ് സയസുലാനാറൻ ദാത്തൽഹബ് ഐ ദാത്തസ്തിആലിം വ തലഹുബിൻ ജാലയുള്ള നരകത്തിൽ അവൻ കത്തിയെരിയും അല്ലെങ്കിൽ അവൻ പ്രവേശിക്കും. വഖദ് മലാഫി സൂറത്തിൽ മുർസലാത്തിൽ അൽ ഖൗലു ഫിഹി സയസ്ലായുടെ കൗലൊക്കെ എന്താണ് സൂറത്ത് മുർസലാത്തിൽ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. സയസ്ല എന്നുള്ള ബി ഫത്തിൽ യായിന് ഫത്ത് കൊണ്ടാണ്. ഖറഅ അബൂ റജാ വൽ അമശ് ബി ലമ്മിൽ യായി യുസ്ലല്ലേ എങ്ങനെയാണ് ഓതിയത് യുസ്ല എന്ന് ഓതിയിട്ടുണ്ട്. റവാഹ മഹബൂബൻ അൻ ഇസ്മായിൽ അൻ ബിൻ കസീറിനെ തൊട്ട് മഹബൂബ് റിവായത്ത് ചെയ്തു. വ ഹുസൈൻ അൻ അബീ ബക്കിൻ അൻ ആസിമിനെ തൊട്ട് ഇങ്ങനെ റിവായത്ത് ചെയ്യപ്പെട്ടു അൻ ആസിമിനെ തൊട്ട്. വറുബിയത്ത് അൻ ഹസൻ റിവായത്ത് ചെയ്യപ്പെട്ടു ഹസനെ തൊട്ടും റിവായത്ത് ചെയ്യപ്പെട്ടു. വ ഖറ അസ്ഹാബുൽ ഉഖൈലി ഓതി വഅബൂ സമ്മാൽ ഓതിൽ അദവി വ മുഹമ്മദ് ബിൻ സമൈഖ ഓതി സയുസ്വല്ല എന്ന് ഓതി സയുസ്വല്ല ബി ലമ്മിൽ യായിന് ലൊമ്മും ഫതഹി സ്വാദിന് വ തശ്ദീദിൽ ലാമിനൊക്കെ ഷദ്ദ് കൊണ്ട് സയുസ്വല്ല എന്നാണ്. വ മഅനഹ സയുസ്ലിഹില്ലാഹു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ശേഷം അള്ളാഹു അവനെ കടത്തും. മിൻ ഖൗലി വ തസ്ലിയത്തു ജഹീം എന്നില്ലേ അൽ വാഖയിൽ വ തസ്ലിയത്തു ജഹീം എന്നുള്ളതുപോലെ. വസാനിയത്ത് രണ്ടാമത് മിൻ ഇസ്ലായിൽ നിന്നാണ് യുസ്ലിഹില്ലാഹു അള്ളാഹു അവനെ കടത്തും. മിൻ ഖൗലി ഫസൗഫ നുസ്ലിഹി നാറ ശേഷം നാം അവനെ നരകത്തിൽ കടത്തും എന്ന് പറഞ്ഞതുപോലെ. വൽ ഊല ഹുവൽ ഇഖ്തിയാർ ആദ്യത്തേതാണ് ഇഖ്തിയാർ അഭിപ്രായം. കാരണം ഇജ്തിമാഇൻ നാസി അലൈഹ ജനങ്ങൾ അതിൻ്റെ മേലെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അൽ ഇജ്മാഇൻ നാസി അലൈഹ വഹിയ മിൻ ഖൗലി ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം ഇല്ലാഹുവ മൻ ഹുവ സ്വാലിൽ ജഹീം സ്വാഫാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ജഹീമിൽ പ്രവേശിക്കൽ ജഹീമിൽ കത്തിയെരിയുക. 4 ഇനി വമ്രാത്തുഹു ഹമ്മാലത്തൽ ഹത്തബ് അവൻ്റെ ഭാര്യയും കടക്കും. ഹമ്മാലത്തൽ ഹത്തബ് വിറക് ചുമട്ടുകാരിയായ ഭാര്യയും കടക്കും. കൗലൂത്താൽ അള്ളാഹിൻ്റെ കലു അമ്രാത്തൂന്ന് ഉമ്മു ജമീല ഉദ്ദേശം ഭാര്യ ഉമ്മു ജമീല
ഖാല ഇബ്നുൽ അറബി പറഞ്ഞു അൽ ഔറാ ഉമ്മു കബീഹ്, ഔറാ ഉമ്മു കബീഹ് എന്ന് പറഞ്ഞു. ഔറാ എന്ന പേര് ഉമ്മു കബീഹ് എന്ന്, ഉമ്മു ജമീൽ പറയും ഉമ്മു കബീഹ്. അപ്പോൾ കാലത്ത് ഔറാ, അവൾ ഔറാ ആയിരുന്നു, അവർ ഹമ്മാലത്തൽ ഹത്തബുമായിരുന്നു. ഇബ്നു അബ്ബാസ്, ഔറാവെന്ന് ശരിക്കും ഔറാവെന്ന് വെച്ചാൽ എന്താ, അന്ധ എന്ന അർത്ഥത്തിനാണ്, കണ്ണ് കാണാത്ത ആൾ. ആ പേര് അത് പേരാകാം അല്ലെങ്കിൽ ശരിക്കുള്ളതാകാം. അൽ ഹത്തബ് എന്ന് പറഞ്ഞ ഹമ്മാലത്തുൽ ഹത്തബ്. ഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു മുജാഹിദ് ഖത്താദ സുദി കാനത്ത് തംശി ബിൻ നമീമത്തി ബൈനന്നാസ്. കാനത്ത് തംശി ബിൻ നമീമത്തി, നമീമത്തുമായിട്ട് ജനങ്ങൾക്കിടയിൽ അവൾ നടക്കും. തഖൂലുൽ അറബു, അറബികൾ പറയാറുണ്ട്. ഫുലാൻ യഹ്തിബു അലാ ഫുനാൻ എന്ന് പറയാറുണ്ട്. ഹത്തബ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം? അതാണ് അർത്ഥം ഹത്തബ് എന്ന് പറഞ്ഞാൽ. ഹമ്മാലത്തുൽ ഹത്തബിൻ്റെ അർത്ഥമാണ് പറഞ്ഞിട്ടാ. എന്താണ് പറഞ്ഞത്? കാന തംശി ബിൻ നമീമത്തി ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ നമീമത്തുമായിട്ട് നടക്കുന്നവളാണ്, ഏഷണിയുമായി നടക്കുന്നവളായിരുന്നു. അറബികൾ പറയാറുണ്ടല്ലോ ഫുലാനും യഹ്തിബു അലാ ഫുലാൻ വെച്ചാൽ ഇതാ വർറശാലഹി അല്ലേ, ജനങ്ങളുടെ തഹരീഷ്. അപ്പോൾ നമീമത്തുമായി നടക്കുക. കാല ഷൈനബനിൽ അദ്റമി ഹമ്മാലുൽ ഹതബ് ഹുമുൽ ബുശാതി ഫിൽ റിളാ വഫിൽ ഗളബിൻ അലൈഹിമുൽ ലാനത്തു തത്റാ വൽ ഹർബ്. ഇവ കാല ആഖറു മിനൽ ബീളി ലം തസ്തദ് അലാ ലഹരി ലഅമത്തിൻ വലം തംശി ബൈനൽ ഹയ്യി ബിൽ ഹത്തബി റത്തുബി. അതൊക്കെ ഭാഷ വിശദീകരിക്കണം. അപ്പോൾ ഹത്തബിന് അങ്ങനെ അർത്ഥമുണ്ടെന്ന്. യഗ്നി ലം തംശി ബിൻ നമ്മായിം വജാലൽ ഹത്തബ റത്തുബൻ ലിയദുല്ല അല തദ്ഖീനി. യഗ്നി ലം തംശി ബിൻ നമ്മായിം, ഈ നമീമത്തുമായിട്ട് നടക്കരുത്. വജാലൽ ഹത്തബിനെ ആക്കി റത്തുബാക്കി ലിയദുല്ല അല തദ്ഖീനി, തദ്ഖീനിൻ്റെ മേൽ അത് അറിയിക്കാൻ വേണ്ടി. അല്ലദീ ഹുവ സിയാദത്തുൻ ഫി ശർരി, ഷെറിൽ അത് അധികമാണ്. വഖാല അഖ്സം ഇബ്നു സൈഫി പറഞ്ഞു ലി ബനീഹി ഇയ്യാക്കും വ നമീമത്ത ഫഇന്നഹാ നാറുൻ മുഹരിഖ. നീ എന്ത് ചെയ്യുക? നീ നമീമത്തിനെ സൂക്ഷിക്കുക. ഫഇന്നഹാ നാറുൻ മുഹരിഖ, അത് കരിച്ചു കളയുന്ന തീയാണ്. വൈന്നൻ നമ്മാമൽ യഅമലു ഫി സാഅത്തി മാലാ യഅമലു സായിറു ഫി ഷഹരിൻ. കാരണം എന്താണെന്നറിയോ? ഒരു ഏഷണിക്കാരൻ യഅമലു ഫി സാഅത്തിൻ, ഒരു മണിക്കൂറിൽ അയാൾ ചെയ്യും. മാലാ യഅമലു സായിറു ഫി ഷഹരിൻ, മാരണക്കാരൻ ഒരു മാസത്തിൽ ചെയ്യാത്ത പ്രവൃത്തി അവൻ ഒരു മണിക്കൂറിൽ ചെയ്യുന്നു. അഖദഹു ബാദു ശുറായി, ചില കവികൾ പാടിയില്ലേ, ഫഖാല ഇന്നൻ നമീമത്ത നാറുൻ വൈക മുഹ്രിഖത്തുൻ ഫഫിർ അൻഹാ വജാനിബ് മൻ തആത്വാഹ വലിദാലിക കീല പറയപ്പെടും നാറുൽ ഹിഖദി ലാ തഖ്ബു. ഹിഖദിൻ്റെ തീ അത് കെടുക, കുനുട്ട് അല്ലെങ്കിൽ ഏഷണി അല്ലേ. വസബത്താനി നബി തങ്ങളെ തൊട്ട് പറയപ്പെട്ടു ലാ യദ്ഖുൽ ജന്നത്ത് നമ്മാമെന്ന് പറഞ്ഞു, ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കൂല. വഖാല ദുൽ വജ്ഹൈനി പറഞ്ഞു ലായക്കൂൻ ഇൻദല്ലാഹി വജീഹൻ, വഖാല ദുൽ വജ്ഹൈനി ലായക്കൂൻ ഇൻദല്ലാഹി വജീഹൻ. അപ്പോൾ അത് ഇനി വഖാല നബി പറഞ്ഞു തന്നെ അല്ലേ, ദുൽ വജ്ഹൈനി ലായക്കൂൻ ഇൻദല്ലാഹി വജീഹൻ, രണ്ട് മുഖമുള്ള ആൾക്ക് അള്ളാഹിൻ്റെ അടുക്കൽ അവനൊരു സ്ഥാനം ഉണ്ടാകില്ല. വജീഹ് ദുൽ വജ്ഹ് വെച്ച് രണ്ട് മുഖം, ഒരാളുടെ അടുത്തെല്ലാം ഒരു രൂപത്ത്, മറ്റൊരാളുടെ അടുത്തെല്ലാം മറ്റു രൂപത്തിൽ, അല്ല രണ്ടുപേർക്കും അനുകൂലമായിട്ട് പറയുക. വഖാൽ അലൈഹിസ്സലാം പറഞ്ഞു, നബി പറഞ്ഞു മിൻ ശരിൻ നാസ് ദുൽ വജ്ഹൈനി, ജനങ്ങളിൽ ഏറ്റവും ഷെറുള്ള ആളുകളാണ് ദുൽ വജ്ഹൈനി, രണ്ട് മുഖമുള്ള ആളുകൾ. അതായത് അല്ലദീ യഅ്തി ഹൗലായി ബി വജ്ഹിൻ, ഇക്കൂട്ടരുടെ അടുത്ത് അവൻ ഒരു മുഖവുമായി വരും. ഹൗലായി ബി വജ്ഹിൻ, അക്കൂട്ടരുടെ അടുത്ത് വേറെ മുഖവുമായിട്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് വരുമ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് പറയും, അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടില്ലും. വഖാല കഅബുൽ അഹ്ബാർ പറഞ്ഞു അസാബ് ബനി ഇസ്രായേൽ ഖഹ്തൻ ഫഖറജ ബിഹിം മൂസ അലൈഹിസ്സലാം സലാസ മർറാത്ത്. ബനി ഇസ്രായേലിന് വരൾച്ച വന്നപ്പോൾ ഫഖറജ ബിഹിം മൂസ അലൈഹിസ്സലാം സലാസ മർറാത്ത്, അവരെ കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം 3 പ്രാവശ്യം
യസ്ത യസ്തസിഖൂന ഫലം യുസ്കൗ യസ്തസ്കൂന അല്ലേ, മഴ തേടി അവർക്ക് മഴ ലഭിച്ചില്ല. ഫഖാല മൂസ, അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇലാഹി ഇബാദക്ക, അള്ളാഹുവേ എൻ്റെ ഇലാഹേ, നിൻ്റെ അടിമകളാണല്ലോ, നീ മഴ തരണോ. അപ്പോൾ ഔഹല്ലാഹുലേ, അപ്പോൾ നബിയിലേക്ക് വഹി നൽകി, ഇന്നി ലാ അസ്തജീബു ലക വലാ ലിമൻ മഅക യന്ന ഫീഹിം റജുലൻ നമ്മാമ. ഇനി ലാ അസ്തജീബു ലക വലാ ലിമൻ മഅക, അങ്ങേക്കും അങ്ങയുടെ കൂടെയുള്ളവർക്കും ഞാൻ ഉത്തരം ചെയ്യൂല. കാരണം യന്ന ഫീഹിം റജുലൻ നമ്മാമ, അവരിൽ നമീമത്ത് പറയുന്ന ഒരാളുണ്ട്. ഖദ് അസറ അല നമീമത്ത്, അയാൾ സ്ഥിരമായി നമീമത്ത് പറയുന്ന ആളാണ്. ഫഖാല മൂസ, അപ്പോൾ മൂസാ നബി പറഞ്ഞു, യാ റബ്ബ് മൻ ഹുവ ഹത്താ തുഖ്രിജഹു മിൻ ബൈനിന, എൻ്റെ റബ്ബേ, ആരാണ് ഹുവ, അദ്ദേഹം, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കാമല്ലോ. ഫഖാല, അപ്പോൾ അള്ളാഹ് പറഞ്ഞു, യാ മൂസ അൻഹാക്കാനി നമീമ വാക്കുലു നമ്മാമൻ, ഓ മൂസ, ഞാൻ നിന്നെ നമീമത്തിനെ തൊട്ട് വിരോധിക്കുന്നു, രണ്ട് വാക്കൂനു നമ്മാമൻ, പിന്നെ ഞാനെങ്ങനെ നമീമത്തുകാരനാകാം, ഞാൻ അയാൾ പറഞ്ഞു തന്നാൽ ഞാൻ നമീമത്തുകാരനാവൂലേ. ഖാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു, അപ്പോൾ താബു ബി അജ്മഇഹിം, അപ്പോൾ അവർ മുഴുവനും തൗബ ചെയ്തു. അപ്പോൾ താബു ബി അജ്മഇഹിം, അപ്പോൾ അദ്ദേഹം അവരെ കൊണ്ട് മുഴുവത്തിനെ കൊണ്ട് തൗബ ചെയ്യിപ്പിച്ചു. ഫസുഖു, അപ്പോൾ അവർക്ക് മഴ ലഭിച്ചു. വൻ നമീമത്ത് മിനൽ കബായിരി, ഏഷണി എന്നുള്ളത് വലിന്തോഷത്തിൽപ്പെട്ടതാണ്. ലാ ഖിലാഫ ഫീ ദാലിക, അതിലെതിരെ അഭിപ്രായമൊന്നുമില്ല. ഹത്താ ഖാല ഫുളൈൽ ഇബ്നു ഇയാദ് പറഞ്ഞില്ലേ, സലാസുൻ തഹദ്ദുൽ അമല സ്വാലിഹ, അത് പൊളിച്ചു കളയും, സൽക്കർമ്മത്തെ പൊളിച്ചു കളയുന്ന 3 കാര്യം. ഒന്ന് വയുഫ്തിറൂന സ്വായിമ, നോമ്പുകാരനെ നോമ്പ് മുറിപ്പിച്ച് കളയും. വയങ്കുലുനൽ ഒളു മുറിപ്പിച്ച് കളയുന്ന 3 കാര്യം. ഗീബത്ത്, നമീമത്ത്, കദിബ്, അപ്പോൾ കളവും ഏഷണിയും പരദൂഷണവുമാണ് ഈ 3 എണ്ണം. വഖാല അതാ ഇബ്നു സായിബ് പറഞ്ഞു, ദക്കത്തുൽ ഷാബിയോട് പറഞ്ഞു, കൗലി നബിയുടെ കൗലുണ്ടല്ലോ, ലാ യദ്ഖുലുൽ ജന്നത സാഫിഖു ദമിൻ, രക്തം ചെന്തുന്നവനും വല മശ്ശാഉം ബി നമീമ, നമീമത്ത് ഏഷണിയുമായി നടക്കുന്നവനും, വല താജർ യുർബി, വില കയറ്റി പറയുന്ന കച്ചവടക്കാരനും സ്വർഗത്തിൽ കടക്കൂല. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ അബാ അംറേ, ഓ അബു അംറേ, ഖറനൻ നമ്മാമ ബിൽ ഖാത്തിലി വാക്കിലി റിബ, ഏഷണിക്കാരനെ കൊല്ലുന്നവനോടും പലിശ തിന്നുന്നവനോടും ബന്ധിപ്പിച്ചോ. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, വഹൽ തുസ്ഫഖുദ്ദിമാഉ വ തുൻതഹബുൽ അംവാലു വ തുഹയ്യജുൽ ഉമൂറുൽ ഇളാമു, രക്തം ചിന്തപ്പെടുകയോ മുതൽ കൊള്ളയടിക്കപ്പെടുകയോ വലിയ കാര്യങ്ങൾ എന്താണ് പൊട്ടിപ്പുറപ്പെടുകയോ ചെയ്യുന്നില്ല. ഇല്ലാമിൻ അജലി നമീമത്തി, നമീമത്ത് കാരണമല്ലാതെ. അപ്പോൾ ഇതിനെല്ലാം കാരണം നമീമത്താണ്. വഖാല ഖതാദ വഗൈറു, ഖതാദയും ഗൈറും പറഞ്ഞു, കാനത്ത് തുഅയ്യിറു റസൂലുള്ളാഹി ബിൽ ഫഖരി സുമ്മ കാനത്ത് മാ കസ്റത്തി മാലിഹ തഹമിലുൽ ഹത്തബ അലാ ലഹരിയ. ഖതാദയും ഗൈറും പറഞ്ഞു, കാനത്ത് ആ ഉമ്മു ജമീൽ, അതായത് അബൂലഹബിൻ്റെ ഭാര്യയായിരുന്നു, തുഅയ്യിറു റസൂലുള്ളാഹി ബിൽ ഫഖരി, നബിയെ ദാരിദ്ര്യം കൊണ്ട് ആക്ഷേപിക്കുമായിരുന്നു. നബിയുടെ ദാരിദ്ര്യത്തെ പറ്റി നബിയെ ആക്ഷേപിക്കും. സുമ്മ കാനത്ത് മാ കസ്റത്തി മാലിഹ തഹമിൽ ഹത്തബ അലാ ലഹരിയ, അവളെന്ത് ചെയ്യും, ഹത്തബ് അലാ ലഹരിഹ, അവൾക്ക് സമ്പത്ത് അധികമുള്ളതോടുകൂടി തന്നെ അവൾ മുതുകിലെന്ത് ചെയ്യും, വിറക് ചുമക്കുമായിരുന്നു. ലിഷിദ്ദത്തി ബുഖ്ലിഹ, അവളുടെ ആ പിശുക്ക് ശക്തിയായതിന് വേണ്ടിയിട്ട്, അത്രത്തോളം സമ്പത്തുണ്ടായിട്ടും ഇങ്ങനെ വിറകും ചുമന്നു നടക്കുമായിരുന്നു. ഫഅയ്യിറത്ത് ബിൽ ബുഖ്ലി, അപ്പോൾ അവളുടെ ബുഖ്ല് കൊണ്ട് അവളെ ആക്ഷേപിക്കപ്പെട്ടതാണ്, അല്ലേ, അതൊരു നല്ലൊരു പോയിൻ്റാണ്. ഫഅയ്യിറത്ത് ബിൽ ബുഖ്ലി, അപ്പോൾ അവളെ ആക്ഷേപിക്കപ്പെട്ട ബിൽ ബുഖ്ലി, അവളുടെ എന്താണ് ആ പിശുക്ക്. വഖാല ഇബ്നു സൈദ് വല്ലഹാഖ് പറഞ്ഞു, കാനത്ത് അഹ്മിലുൽ ഇളാഅ വശൗക
ഇനി വേറെ ഇബ്നു സൈദും ലഹാക്കും പറയാണ് കാനത്ത് അഹമ്മൽ ഇളാ അവൾ ഷൗക്ക മുള്ളുകളും കമ്പുകളും ചുമന്നു അണ്ട് ഫത്തുറഹു ബില്ലൈലി അലാ ത്വരീഖിൻ നബി വസ്വാബി എന്നിട്ട് നബിയുടെയും സഹാബത്തിനെ വഴിയിൽ അവൾ അത് കൊണ്ടുവന്നിടും. വഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ആ നിലക്കാണ് ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറഞ്ഞത്. ഖാല റബീ പറഞ്ഞു കാനൻ നബിയു യത്തഉഹു കമ യത്തഉൽ ഹരീറ നബി തങ്ങൾ അത് ചവിട്ടുമ്പോൾ ഏതുപോലെയാണ്? നബി പട്ട് ചവിട്ടുന്ന പോലെയാണ്. അള്ളാഹ് അങ്ങനെ ആക്കി കൊടുക്കും. വഖാല മുറത്തുൽ ഹമദാനി പറഞ്ഞു കാനത്ത് ഉമ്മു ജമീൽ താത്തി കുല്ല യൗമിൻ ബി ഇബാലത്തിൻ മിനൽ ഹസക്കി ഫതതുർഹ അലാ ത്വരീഖിൽ മുസ്ലിമീന കാനത്ത് ഉമ്മു ജമീലായിരുന്നു താത്തി കുല്ല ഓരോ ദിവസവും ബി ഇബാലത്തിനെ കൊണ്ട് ഇബാലത്ത് എന്ന് വെച്ചാൽ എന്താ? വലിയ നമാത്തലവ് സമറത്തും ദാത്ത് ഷൗക്കിൻ താലും അതുപോലെ പിന്നെ ഹസക്കിനാലുള്ള അപ്പം മുള്ള് കൊണ്ടുവന്നു ഫതത്തുറു ഹഹ അലാ ത്വരീഖിൽ മുസ്ലിമീന അണ്ട് നബിയുടെ വഴിയിൽ കൊണ്ടുവന്നു. മുസ്ലിങ്ങളുടെ വഴിയിൽ അതിനെ ഇടും. അപ്പോൾ ബൈനമായ ഹാമിലത്തൻ ദാത്ത യൗമിൻ ഹുസ്മത്തൻ ആയത്ത് ഫഖാദത്ത് അല ഹജരിൻ ലി തസ്തരിഹ അങ്ങനെ ഒരു ദിവസം അത് ചുമക്കുന്നതിനിടയിൽ ആയത്ത് അവർക്ക് കണ്ണ് കാണാതെയായി. അപ്പോൾ കാലത്തല ഹജരിൻ അപ്പോൾ അവർ കല്ലിൻ്റെ മേലിരുന്നു. ലി തസ്തരിഹ റാഹത്ത് കിട്ടാൻ വേണ്ടി ഒരു കല്ലിലിരുന്നു. ജദബഹൽ മലക്കു മിൻ ഖൽഫിഹ അപ്പോൾ അവളുടെ പിറകിൽ നിന്ന് മലക്ക് അവളെ വലിച്ചു. ഫഅലക്കഹ അങ്ങനെ അവളെ നശിപ്പിച്ചു. വഖാല സയ്യിദ് ഇബ്നു ജുബൈർ പറയുന്നത് ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് വെച്ചാൽ ഹമ്മാലത്തുൽ ഹത്തായ വ ദുനൂബാണ്. ദോഷങ്ങളും തെറ്റുകളും ചുമക്കുന്നവൾ നടത്താം. മിൻ ഖൗലി ഫുലാനൻ യഹ്തിബു അലാ ലഹരി എന്ന് പറയാറുണ്ട്. തെലീലു ഖൗലു വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരി എന്നല്ലേ, അവരുടെ മുതുകുകളിൽ അവരുടെ കുറ്റങ്ങളെ അവർ ചുമക്കുന്നവരാന്ന് പറഞ്ഞല്ലോ, അതാണ് തെളിവ്. വക്കീല പറയാൽ മാന ഹമ്മാലത്തുൽ ഹത്തബിൻ്റെ അർത്ഥം ഫിന്നാരി ഹമ്മാലത്തുൽ ഹത്തബി ഫിന്നാരി വൽ മാന ഹമ്മാലത്തുൽ ഹത്തബി ഫിന്നാരി അവൾ നരകത്തിൽ എന്താണ് വിറക് ചുമക്കുന്നവളാണ്. അപ്പോൾ ഈ ഭൂതം അതിൽ ഭൂതമുണ്ട്. ആ പറഞ്ഞതിൽ വളരെ വിദൂരമായ അഭിപ്രായമാണത്. ഖിറാഅത്തുൽ ആമത്തി ഹമ്മാലത്തു ബിർ റഫ് കൊണ്ടാണ് അലായക്കുന ഖബറൻ അത് ഖബറായിട്ട് അമ്രത്തു മുബ്തദയാണ്. അപ്പോൾ അമ്രത്തുഹു ഹമ്മാലത്തുൽ ഹത്തബ് എന്നാണ് ആമത്ത് പൊതു ഓത്ത്. അവൻ്റെ ഭാര്യ ഹമ്മാലത്തുൽ ഹത്തബ് എന്ന വിറക് ചുമട്ടക്കാരിയാണ് എന്ന്. വയക്കൂനു ഫി ജീദി ഹബ്ലം മിൻ മസദ് അപ്പം എന്ത് ചെയ്യും? ഹബ്ലം മിൻ മസദ് എന്നുള്ള ജുംലത്തും ഫി മൗലിൽ ഹാലിൻ്റെ സ്ഥാനത്താണ്. മിനൽ മുളുമരി ഫി ഹമ്മാലത്ത് അവളുടെ ഏത് സ്ഥിതിയിൽ? അവളുടെ കഴുത്തിലുണ്ട് എന്താണ് ഈന്തപ്പന നാലിനാൽ പിരിച്ച കയറുമുണ്ട് ഉള്ള സ്ഥിതിയിൽ. അപ്പോൾ ഹമ്മാലത്തിൽ നിന്ന് ഹാലായിട്ടാണ്. അവ ഖബറൻ സാനി അല്ലെങ്കിൽ രണ്ടാമത്തെ ഖബറാക്കാം. വമ്രാത്തുഹു അവൻ്റെ ഭാര്യയാകുന്നത് ഹമ്മാലത്തുൽ ഹത്തബാണ് വിറക് ചുമട്ടുകാരിയാണ്. അതുപോലെ തന്നെ ഫി ജീദിഹ ഹബ്ലം മിൻ മസദ് എന്ന് ഖബറുമാക്കാം. രണ്ടാമത്തെ ഖബറും അവളുടെ എന്താണ് കഴുത്തിൽ ഈന്തപ്പന നാലിനാലുള്ള ഹബലുമുണ്ട്. അവയക്കൂന് ഹമ്മാലത്തിൽ നാത്തൻ ലിമ്രാത്തിഹി ഇമ്രാത്തിന് നാത്താകാം. അതിന് സിഫത്തായിട്ടും പറയാ വിറക് ചുമട്ടുകാരി അവൻ്റെ ഭാര്യയും എന്ന നിലക്ക്. വൽ ഖബർ ഫി ജീദിഹ ഹബ്ലം മിൻ മസദ് അപ്പോൾ ഖബർ ജീദിഹ എന്നതിലുള്ള ഖബർ ഹബ്ലം മിൻ മസദാണ്. അവിടെ കഴുത്തിലുണ്ട് ഹബ്ലം മിൻ മസദ് മസദിനാലുള്ള ഹബലുണ്ട് കയറുണ്ട് ഈന്തപ്പന നാലിനാലുള്ള പിരിച്ച കയറുണ്ട്. ഫയൂഖഫു അലാ ഹാദ അലാ ദാത്തി അതാ അലാ ദാത്തിൽ ദാത്തലഹബ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പ്രകാരം ദാത്തലഹബിൻ്റെ മേൽ വഖഫ് ചെയ്യപ്പെടും. അതെങ്ങനെ? ദാത്തലഹബ് നേരത്തെ പറഞ്ഞില്ലേ, ദാത്തലഹബ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിർത്തും.
വയജുസൻ യക്കൂന അമ്രാത്തു മാത്തുഫത്തനൽ മുളുമരി ഫി യസുല എന്നല്ല ഫലാ യുഖഫല ദാത്തലഹവിൻ. ഇനി വയജുസൻ യക്കൂന വമ്രാത്തു എന്നത് ആകാം മാത്തുഫത്തനൽ മുളുമരി ഫി യസുല ഫി സയസുല. നമ്മൾ സാധാരണ അങ്ങനെ അർത്ഥം പറയാറ്. എങ്ങനെ അർത്ഥം പറയാം? സയസുല അബൂലഹബ് കടക്കും, അമ്രാത്തു അവൻ്റെ ഭാര്യയും കടക്കും എന്ന നിലക്ക് നരകത്തിൽ കത്തിയെരിയും. അപ്പോൾ ഫലാ യുഖഫല ദാത്തുലഹബ്, ദാത്തുലഹബിൻ്റെ മേൽ വഖഫ് ചെയ്യൂല. വയുഖഫല വമ്രാത്തു എന്നതിൻ്റെ മേൽ വഖഫ് ചെയ്യും. തക്കൂന് ഹമ്മാലത്തുൽ ഹത്തബ് ഖബർ ഇബ്തിദായി മഹദൂഫിൻ. അപ്പോൾ വമ്രാത്തുഹു എന്നുള്ളത് ഖബറു ഇബ്തിദായി മഹദൂഫിൻ കളയപ്പെട്ട മുബ്തദൻ്റെ ഖബറായിട്ട് അല്ലേ. വഖറ ആസിമുൻ, ആസിമ് ഹമ്മാലത്തുൽ ബിൻ നസ്ബി അല ദമ്മി. ആസിം എന്നവർ ഓതിയത് ഹമ്മാലത്തുൽ ഹത്തബ് ബിൻ നസ്ബ് കൊണ്ട് ഓതിയത് അല ദമ്മി, ദമ്മിൻ്റെ ഇതായിട്ട്. ദമ്മ കന്നഹ ഉസ്തുഹിറത്ത് ബിദാലിക്ക, അവൾ അതുകൊണ്ട് പ്രസിദ്ധമായതിനു വേണ്ടി. ഫജാത്തി സിബത്തുലി ദമ്മി ലാലി തഖ്സീസി. അപ്പോൾ സിബത്ത് വന്നത് ദമ്മിന് വേണ്ടിയിട്ടാണ്, തഖ്സീസാക്കാൻ വേണ്ടിയിട്ടല്ല. ഖൗലി തആല മൽഊനീന ഐനമാ സുഖിഫു വഖറബു ഖലാബ ഹാമിലത്തുൽ ഹത്തബ് എന്ന് ഓതിയിട്ടുണ്ട്. അബൂ ഖിലാബ് ഹാമിലത്തുൽ ഹത്തബ് എന്ന് ഓതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഹമ്മാലത്തുൽ ഹത്തബ് എന്നല്ല ഓതാറ്, കാരണം ആസിമിൻ്റെ ഖിറാഅത്ത് പ്രകാരം. അപ്പോൾ ഞാൻ ഹമ്മാലത്തുൽ ഹത്തബിനെ ആക്ഷേപിക്കുന്നു എന്ന നിലക്കാണ് വരാം. ഇനി ഫീ ജീദിഹ ഹബ്ലം മിൻ മസദ് എന്ന് പറഞ്ഞില്ല. എന്താ ഫീ ജീദിഹ ഹബ്ലം മിൻ മസദ് എന്ന് പറയുമ്പോൾ? ഫീ ജീദിഹ ഖൗലു തആല ഫീ ജീദിഹ ഐ ഉനുഖി, അവളുടെ പിരടിയിലുണ്ട്, കഴുത്തിലുണ്ട്. ഹബിൽ ഖാല ഇംറു കൈസൻ വജീദൻ കജീദിർ റൈമി രീമി ലൈസാ ബിഫായിസി ഇദാ ഹിയ നസ്സതുഹു വലാ ബി മുഅത്തലി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ജീദ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഉനുഖ് പിരടിയാണ്. ഹബ്ല മിൻ മസദ് മിൻ ലീഫിൻ, നാരിനാലുള്ള കയറ്. ഈന്തപ്പന നാരിനാലുള്ള കയറ് അവളുടെ കഴുത്തിലുണ്ട്. കാലൻ നാബിയ മഖ്ദൂഫത്തിൻ ബിദഖീസിൻ നഹ്ളി ബാസിലുഹ ലഹു സരീഫൻ സരീഫൽ ഖൗഇ ബിൽ മസദി. വഖാല ആഖർ യാ മസദൽ ഖൂസി തഅവദ് മിന്നി ഇൻ കുൻത ലദ്നൻ ലയ്യിനൻ ഫഇന്നി മാശിത്തു മിൻ അശ്മത മുഖ്സഇന്നി അല്ലേ. അപ്പോൾ അതൊക്കെ തെളിവ് ഭാഷ പറയും. വഖദ് യകൂനു മിൻ ജുലൂദിൽ ഇബിലി, അത് ചിലപ്പോൾ എന്ത് ചെയ്യുക, ഇബിലിൻ്റെ തൊലിയിൽ നിന്നാകാം. ഔ മിൻ ഔബാരിഹ, അതിൻ്റെ തൊലിയിൽ നിന്നോ അതിൻ്റെ രോമങ്ങളിൽ നിന്നൊക്കെ ആകാം. ഏത് മസദ് എന്ന് പറഞ്ഞല്ലോ, ഹബില് മിൻ മസദ് എന്ന് പറഞ്ഞത്. വ മസദിൻ ഉമിറ മിൻ അയാനിഖിൻ ലസ്നബി അൻയാബിൻ വല ഹഖായിഖി എന്ന് പറഞ്ഞു. വ ജംഉൽ ജീദി, ജീദിൻ്റെ ജമ് അജിയാദ് എന്നാണ്, മസദ് അംസാദ് എന്ന് പറയാം. അബൂബൈദ ഹുവ ഹബുലൻ യക്കൂനു മിൻ സൂഫി എന്ന് പറഞ്ഞത്. സൂഫിനാലുള്ള കയറുന്ന്, നാരിനാലുള്ള കയർ. കാല ഹസൻ ഹിയ ഹിബാലം മിൻ ഷജരിൻ തമ്പുത്തുബിൽ യമനി തുസമ്മൽ മസദ, അങ്ങനെ പറഞ്ഞു. ഹസൻ എന്നവർ പറഞ്ഞത് വൃക്ഷത്തിനുള്ള കയറാണ്, അത് തമ്പുത്തുബിൽ യമനിൽ അത് മുളക്കും. തുസമ്മൽ മസദ്, മസദ് എന്ന് പറയുന്ന യമനിൽ മുളക്കുന്ന വൃക്ഷത്തിൽ നിന്നെടുക്കുന്ന കയറാണെന്ന. വകാനത്ത് തുഫ്തലു, അവൾ എന്ത് ചെയ്യായിരുന്നു? അവൾ നൂല് നോക്കാറുണ്ടായി. തുഫ്തലു അല്ലേ. ഖാല ലഹാഖു വഗൈറുഹു ഹാദാ ഫി ദുനിയ, ലഹാഖും ഓർമ്മ ഇത് ദുനിയാവിലാണ് പറഞ്ഞത്. വകാനത്ത് തുഅയ്യിറു നബിയ ബിൽ ഫഖി വഹിയ തഹതിബു ബി ഹബലിൻ തജലു ഫി ജിദ്ഹാ മിൻ ലീഫിൻ. ഈ പറഞ്ഞ സംഭവം ദുനിയാവിൽ അവൾ ചെയ്യുന്നതാണ്. കാരണം ഫകാനത്ത് തുഅയ്യിറു നബിയെ അവരെന്ത് ചെയ്യും? ദാരിദ്ര്യം കൊണ്ട് നബിയെ അവർ ആക്ഷേപിക്കും. വഹിയ അവരാകട്ടെ തഹതിബു ഫി ഹബലിൻ തജലു ഫി ജിദ്ഹാ മിൻ ലീഫിൻ, അവരെന്ത് ചെയ്യും? വിറക് ചുമക്കുന്നുണ്ട്. ഫി ഹബിലായിട്ട് തജലു ഫി ജിദ്ഹാ മിൻ ലീഫിൻ,
അവരത് പിരടിയിലുള്ള കയറിലായിട്ട് ഫഖനഖഹ അല്ലാഹു അസ്സ വജല്ല ഫഅഹ്ലകഹ, അപ്പോൾ അള്ളാഹു അവളുടെ പിരടി ഒടിക്കുകയും അവൾ നശിപ്പിക്കുകയും ചെയ്തു. വഹുഫിൽ ആഖിറത്തി ഹബ്ലം മിൻ നാർ, ഈ നരകത്തിലത് തീയുടെ എന്തായിരിക്കും, കയറായിരിക്കുമെന്നാണ്. ഖാല ഇബ്നു അബ്ബാസ് വന്ന ഫി റിവായത്ത് അബി സാലിൻ ഫീ ജിരി ഹബ്ലം മിൻ മസ്നദ ഖാല സിൽസിലത്തുൻ ദർഉഹാ സബഊന ദിറാൻ, അതെന്ത് ചെയ്യും, 70 മുഴമാകും. വഖാല മുജാഹിദ് വ ഉർവത്ത് ഇബ്നു സുബൈർ തദ്ഖുലു മിൻ ഫീഹ വ തഖ്റുജു മിൻ അസ്ഫലിഹ, വായിലൂടെ കടന്ന് അത് താഴ്ഭാഗത്തിലൂടെ പുറപ്പെടും. വയുൽബാ സായിറുഹ അലാ ഉനുഖിഹ. വഖാല ഖതാദ ഹബ്ല മിൻ മസദ് എന്ന് വെച്ചാൽ ഖാല ഖിലാദത്ത മിൻ വദഇൻ അൽ വദഉ ഖറസം ബീളൻ തഖ്റുജു മിനൽ ബഹരി തതഫാവത്തു ഫി സിഗരി വൽ കിബ്രി. ഖാല ഷായിറു വൽ ഹിൽമു ഹിൽമുൻ സബിയിൻ യംറസുൽ വദഅ വൽ ജമു വദഅാതൻ അൽ ഹസൻ ഇന്നമാ കാന ഖറസൻ ഫി ഉനുഖിഹ. സയ്യിദ് ഇബ്നു മുസയ്യിബ് കാനത്ത് ലഹ ഖിലാഅത്തൻ ഫാഖിറത്തൻ മിൻ ജൗഹരി, അവൾക്ക് രത്നത്തിൻ്റെ ഒരു മാലയുണ്ടായിരുന്നു. ഫഖാലത്ത് വല്ലാത്തി വൽ ഉസ്സ ലംഫഖന്നഹ ഫി അദാവത്തി മുഹമ്മദ്, അവൾ പറഞ്ഞു ലാത്തെ ഉസയെ തന്നെ ലംഫഖ്തുഹാന്നല്ല ഫി അദാവത്തി മുഹമ്മദ്, ഞാനതിനെ മുഹമ്മദിനോടുള്ള ശത്രുതയിൽ അതിനെ ഞാൻ ചെലവഴിക്കുന്നു. വേക്കൂണ് താരിഖ അദാബം മിൻ ജയ്ദിഹ യൗമൽ ഖിയാമ, അതവൾക്ക് എന്ത് ചെയ്യും, അന്ത്യനാളിൽ അവളുടെ കഴുത്തിൽ അല്ലാഹ് അത് അദാബാക്കുന്നു. വക്കീല പറയപ്പെട്ടു ഇന്നതാലിക ഇഷാത്തിനിൽ ഖിദ്ലാൻ, അത് അവളുടെ പരാജയത്തിലേക്കുള്ള സൂചനയാണ്. യാനി അന്നാ മർബൂഅത്തുൻ അനിൽ ഈമാനി, ഈമാനെ തൊട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അവൾ. ബിമാ സബഖലഹാ മിനശ് ശഖായി, പരാജയത്തിനാൽ അവൾക്ക് മുന്തിയ കാരണം കൊണ്ട് ഈമാനെയും വിട്ട് അവളെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കൽ മർബൂത്ത് ഫി ജിദി ബി ഹബ്ലി മിൻ മസദിൻ, പിരടിയിൽ കയറ് ബന്ധിക്കപ്പെട്ട അതുപോലെ. വൽ മസദ് വൽ ഫത്ലൂന, നൂല്. യുഖാലു മസദ ഹബ്ലുഹു യംസിദുഹു മസ്ദൻ ഐ അജാദ ഫത്ലഹു. ഇനി അത് ഭാഷ പറയണം. യംസിദു അലാ ലഹ്മിഹി വയറിമുഹു യഖൂലു ഇന്നൽ ബഖല യുഖവ്വി ലഹ്റ ഹാദൽ ഹിമാരി വയശുദ്ദുഹു വദാബത്തൻ മംസൂദൽ ഹൽഖ് ഇദാ കാനത്ത് ശദീദത്തൽ അസ്രി. ഖാല ഷായിറു വമസദിൻ ഉമിറ മിൻ അനായിഖിൻ സുഹുബിൻ അതാഖിൻ ദാത്തി മുഖിൻ ദായിഖി ലസ്നബി അൻയാബിൻ വലാ ഹഖൈഖ് വൈറുവ വലാ ലിആഫ മുഖുഹുന്ന സാഹിഖുൻ. ഖാല ഫറഹു മർഫൂൻ വശൈറു മഖ്ഫൂൻ യഖൂലു ബൽ മുഖുഹുന്ന മുഖ്താനിസ് റഫു അലൽ ഇബ്തിദാ. ഖാല വലാ യജൂസു അൻ യുരീദ വലാ ലിആഫൻ സാഹിഖുൻ മുഖുഹുന്ന കമാ ലാ യജൂസു അൻ തഖൂല മറർതു ബി റജുലിൻ അബൂഹു ഖായിം ബിൽ ഖഫ്ളി. വഖാല ഗൈറു അസ്സാഹിഖു ഹുനാ ബിമാന സാഹിബി കഅന്നഹു ഖാല വലാ ളിആഫൻ മുഖുഹുന്ന സുമ റദ സാഹിഖു വലാ ളിആഫ് വറജുലുൻ മംസൂദ് ഐ മജ്ദൂലുൽ ഖൽഖ് മസദ് അല്ലേ. വ ജാരിയത്തുൻ ഹസനത്തുൽ മസദി വൽ അസബി വൽ ജദലി വൽ അർമി വഹിയ മംസൂദൻ വ മഅസൂബത്തൻ വ മജ്ദൂലത്തൻ വ മഅറൂമത്തൻ വൽ മിസാദു അലാ ഫിആലിൻ ലുഗത്തും ഫി മിസാദിൻ. ഒക്കെ ഭാഷകൾ വിശദീകരിക്കണം. വഹിയ നഹ്യുൽ സംനി വ സിഖാഉൽ അസൽ ഖാല ജമീഉൽ ജൗഹരി വഖദ് ഉതുല്ല ഫഖീർ ഇൻ കാന ദാലിക ഹബ്ല അല്ലദീ തഹ്തതിബു ബിഹി ഫകൈഫ യബ്ഖാ ഫിൻ നാരി വഉജിബാനു ബി അന്നല്ലാഹു അസ്സ വജല്ല ഖാദിറുൻ അലാ തജ്ദീദിഹി കുല്ലമ ഹതറക വൽ ഹുക്മു ബഖാ അബീ ലഹബ് അംറാതി. ഇനി മശ്റൂത്തൻ ബി ബഖായിഹിമ അലൽ കുഫ്രി ഇലൽ മുവാഫാത്തി ഫലമ്മ മാതാലൽ കുഫ്രി സദഖൽ ഇഖ്ബാർ അൻഹ ഫഫി മൂജിദത്തുൻ ലിനബി. അപ്പോൾ ഇനി അബൂലഹബും ഭാര്യയും നരകത്തിൽ ശേഷിക്കുക എന്നുള്ളത് ഷർത്താണ്. അവർ രണ്ടുപേരും മരണം വരെ കുഫറിൽ ശേഷിക്കുമെന്നെനിക്ക് ഷർത്താക്കപ്പെട്ടതാണ്. ഫലമ മാതാലൽ കുഫ്രി സദഖൽ ഇഖ്ബാർ അൻഹുമ, അവർ രണ്ടുപേരും കുഫറിൽ മരിച്ചപ്പോൾ ഈ പറഞ്ഞ വാർത്ത സത്യമായി. ഫഫീഹി മൂജിദത്തുൻ ലിന്നബി,
ഇത് നബി തങ്ങളുടെ മോചിതത്തിന് തെളിവാണിതിൽ. വമ്രാത്തു ഹനഖല്ലാഹു ബി ഹബിലിഹ വാബൂലഹബിൻ റമാഹു ബിൽ ആദസത്തി. ഭാര്യയെ അള്ളാഹു നശിപ്പിച്ചെങ്ങനെ? കയറുകൊണ്ട് പിരടി എന്ത് ചെയ്തു? കുരുക്കി. അബൂലഹബിനെ റമാഹുല്ലാ ബിൽ ആദസ ബാദ ബക്കാത്തി ബദ്രിൻ ബി സബീ ലയാലിൻ ബാദൻ ഷജ്ജത്തു ഉമ്മു ഫുളൈൽ വദാലിക അന്നഹു ലമ്മ ഖദമൽ ഹൈസുമാനു മക്കത്ത യുഖ്ബിറു ഖബറ ബദ്ർ ഖാല ലഹു അബൂ ലഹബ് അഖ്ബിർനി ഖബറൻ നാസ് ഖാല നഅം വല്ലാഹി മാ ഹുവ ഇല്ലാ അൻ ലഖീനൽ ഖൗമ ഫമനഹനാഹും അക്താഫന യളഊന സിലാഹ മിന്നാ ഹൈസു ശാഊ വമാ ദാലിക മാ ലമസ്തു നാറ ലഖീന റിജാലൻ ബീളൻ അലാ ഖൈലിൻ ബുൽഖിൻ ലാ വല്ലാഹി മാ തുബ്ഖി മിന്നാ യഖൂലു മാ തുബ്ഖി ഷൈൻ ഖാല അബൂ റാഫി വകുന്തു ഗുലാമൻ ലിൽ അബ്ബാസ് ഇവിടെ എന്ന് പറഞ്ഞ അബൂലഹബിന് റമാഹുല്ലാഹു ബിൽ അദസത്ത് കൊണ്ട് അള്ളാഹു അവനെ എറിഞ്ഞു എന്നാ, ഒരു പകർച്ചവ്യാധി അല്ലേ. ബാദ വഖാത്തി ബദ്രി ബി സബീ ലയാലി, ബദർ സംഭവത്തിന് 7 രാത്രിക്ക് ശേഷം. ബാദൻ ഷജ്ജത്തു ഉമ്മു ഫുളൈൽ, ബാദ അൻ ഷജ്ജത്തു ഉമ്മു ഫളില് അവനെ ഷജ്ജത്തുഹു എന്ന് പറഞ്ഞാൽ എന്താ? ഷജ്ജത്ത് എന്നൂടെ പറഞ്ഞല്ലോ. ബാദൻ ഷജ്ജത്ത് ഉമ്മുൽ ഫളിൽ ഹിയ ലുബാബത്തുൽ കുബരി ബിൻതുൽ ഹാരിസ് ബിൻ ഹസൻ അലി ഉഖ്തു മൈമൂന ഉമ്മുൽ മുഅ്മിനീൻ. അഞ്ചല്ലല്ലോ.